ഹാഫ് അവർ വരെ അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കണ. ഇത് ഫുൾ സാരി ഹാൻഡില് ചെയ്ത വർക്കാണ്, മ്യൂറൽ പെയിന്റിംഗ്. ആണില്ലാത്ത എന്ത് കച്ചവടം നമ്മുടെ നാട്ടില് അല്ലെ. ഇവിടെ നടക്കുന്നത് ചെക്കിംഗ് ആണ് കേട്ടോ. ഇതാണ് കൃഷ്ണർ, ഇതാണ് ലുക്ക്. ഓൺ മാനുഫാക്ചറിങ്. ശരിക്കും പറഞ്ഞാൽ കാഞ്ചിപുരത്തിന്റെ റിപ്ലിക്ക, ഒരു ആലച്ചന്ത എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ ഒരു സാരി. ചുറ്റിക്കര വരുമ്പോ ശരിക്കും പറഞ്ഞാൽ പവർലൂം അല്ല ഹാൻഡ്ലൂം ആണ്. പക്ഷെ ഇവരത് പവർലൂമിലായി കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഇവിടെ പ്രസ് ചെയ്യും. പ്രീമിയം ജക്കാർഡ് ജരി വന്ന് നല്ല പ്യൂർ ജരി. കേരള ഭാഷയിൽ പറയുകയാണെങ്കിൽ കണ്ണൂർ കാവി കണ്ട. ഇത് വിറ്റ കാശാണ്. അതാണ് ന്യൂ ഡിസൈൻസ്. നല്ല ഭംഗിയുണ്ട് അല്ലേ, ഡിജിറ്റലാ. സ്വർണം കണ്ടാലും കണ്ണ് മഞ്ഞളിക്കണ്ടാന്ന്. ഇതിലും കിട്ടുന്നത് സിൽവർ. ബ്ലോക്ക് പ്രിന്റ് ഇവര് ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആണ് കേട്ടോ. ബൗൺസ് പോലെ ഇരിക്കുന്ന സാരീനെ നമ്മള് ഈ മരി ആക്കി എടുക്കും ഇതില് വെച്ചിട്ട്. കണ്ട ഈ ഡിസൈൻ அனுப்பிச்சு விட்டு இது ஸ்பெசிஃபிக்கா வேணும்னு கேட்டாங்க. செக்ஸ் மேம், இதெல்லாம் ஒரிஜினல் கசவுல வர 100 കൗണ്ട് കോട്ടണിൽ വരുന്നത്. കാണുമ്പോ ഭംഗിയുണ്ടോ, ഉടുക്കുമ്പോ നല്ല സുഖമുണ്ടോ? സത്യമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞ കാശ് നമുക്ക് തരണ്ട് ഇവര്. ഇതിൽ കൊഞ്ചം ന്യൂ ഡിസൈൻസ്. ടെമ്പിളുടെ ഇത്രയും വലിയൊരു ബോർഡർ വർക്ക് വരുന്നത് കേട്ടോ. ടെമ്പിൾ ഡിസൈൻ അല്ലെങ്കിൽ ആന ഇല്ലാണ്ട് സാരി കംപ്ലീറ്റ് ആവില്ല. ഇതിൽ ഈ വർക്കാണ് മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത്. MK ഫാബ്രിക് வந்து പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് ഹോൾസെയിൽ യൂണിറ്റ്. നൂലാടை வந்து റീറ്റെയിൽ ആൻഡ് എക്സ്ക്ലൂസീവ് premium unit. Kirti in solli everybody is calling me and asking is this Kirti? ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാനുഫാക്ചറുടെ സ്ഥലത്തേക്കാണ്. എന്ന് വെച്ചാൽ ലൈവ് ആയിട്ട് മെഷീനിൽ എങ്ങനെയാണ് സാരികൾ ഇങ്ങനെ നെയ്ത് വരുന്നത്. അപ്പൊ ഇത് പവർലൂം ആണ് കേട്ടോ, ഹാൻഡ്ലൂം അല്ല, പക്ക പവർലൂം. നമ്മൾ ഇതിന് മുന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എന്താണ് ഇവിടെ സ്പെഷ്യൽ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് MK ഫാബ്രിക്സ് ഇല്ല, MK ഫാബ്രിക് കേട്ടോ. അപ്പൊ MK ഫാബ്രിക് ഇവരുടെ കമ്പനിയുടെ പേരാണ്. ഈ കമ്പനിയിൽ തന്നെ ഇവിടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇവരുടെ സ്റ്റോക്ക് കാര്യങ്ങളല്ലാതെ ഇവിടെ തന്നെ വെക്കുന്നത്. പിന്നെ നമുക്ക് ഇനി വരാനുള്ള വഴി ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എക്സാക്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് കോയമ്പത്തൂരാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് 7 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. വടവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇനി നമുക്ക് ഇവരുടെ ഈ ഒരു മില്ലിൽ എന്തൊക്കെയാണ് ഇപ്പൊ പ്രൊഡക്ഷൻ നടക്കുന്നത് ഒന്ന് നമുക്ക് കയറി നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള അഡ്രസ്സും ഫോൺ നമ്പർ ഡീറ്റെയിൽസും ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. വടവല്ലി കോയമ്പത്തൂരാണ് കേട്ടോ. ഫോൺ നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു നൂലാടേന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇതും തമ്മിൽ രണ്ട് പേരാണ്. എന്തായാലും ഇതിന്റെ കോമ്പിനേഷൻ, ഇതിന്റെ കോംബോ എന്താന്നുള്ളത് നമുക്ക് അകത്ത് ചെന്ന് തന്നെ നമുക്ക് ചോദിക്കാട്ടോ. അപ്പൊ ഇതൊരു ഷോറൂം ഫീൽ അല്ല. ഇവിടെ ഭയങ്കര മെഷീന്റെ ശബ്ദങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പുറത്തെ സൈഡാണെങ്കിൽ നമുക്ക് മെഷീന്റെ കാര്യങ്ങളും ഇപ്പത്തെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഞാൻ ജസ്റ്റ് മെഷീന്റെ വേണമെങ്കിൽ ഒരു ലുക്ക് കാണിച്ചു തരാം. നമുക്ക് ആ സൈഡിലേക്ക് ഒന്ന് പോവാം. ഇവരുടെ ഓൺ മാനുഫാക്ചേഴ്സ് ആണ്. സ്റ്റോക്ക് കാര്യങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ് നമുക്ക് നോക്കിയാലോ. ഭയങ്കര ശബ്ദം, ഒന്നും പറയാൻ പറ്റില്ല. അവിടെ മെഷീന്റെ ഭയങ്കര ശബ്ദം. ഞാൻ എത്ര ഓളി ഇട്ടാലും കാരണം ഫുൾ വർക്കിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ കുറച്ച് മെഷീൻസ് നിർത്തി വെച്ചിട്ടാണ് നിങ്ങളെ കൊണ്ട് ആ ഇതൊക്കെ കാണിപ്പിച്ചത്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും നിവർത്തിയില്ല, കാരണം പ്രൊഡക്ഷൻ അത്രയും കൂടിയിട്ട് നിൽക്കണം. ഇവിടെ നടക്കുന്നത് ചെക്കിംഗ് ആണ് കേട്ടോ. ഓരോന്നോരോന്ന് അവിടെ നിന്ന് മില്ലിന്ന് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് കട്ടയിലും അതുപോലെ അതിന്റെ ചെക്കിങ്ങും ട്രിമ്മിങ്ങും പാക്കിംഗ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. അല്ല ചേച്ചി മലയാളി അല്ലേ? ചേച്ചി മലയാളിയാണ്. പിന്നെ എന്താ പേര് ചേച്ചിയുടെ? പ്രീത. അപ്പൊ മലയാളി ഉണ്ട്, അതുപോലെ തന്നെ തമിഴ് വേണമെങ്കിൽ തമിഴുണ്ട്. ഇവിടെയാണ് ശരിക്കും ആക്ച്വലി ഇവിടെ സ്റ്റോക്ക് വെക്കുന്നത്. നമ്മുടെ കൊച്ചു മുതലാളി ഇതേ നിൽക്കുന്നു. ഹായ്, വാട്ട് ആർ യു ഡൂയിങ്? മലയാളം മതിയില്ലേ? എന്താ ചെയ്യണേ? ഒരു മിനിറ്റ്. ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. വെൽക്കം. അവർ വണക്കം. ഇത് ഒരു MK ഫാബ്രിക് നൂലാട് രണ്ട് ബോർഡ് ഇരിക്കുന്നത്. അത് എന്താ സംഭവം? മാം, MK ഫാബ്രിക് வந்து പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് ഹോൾസെയിൽ യൂണിറ്റ്. നൂലാടை வந்து റീറ്റെയിൽ ആൻഡ് എക്സ്ക്ലൂസീവ് പ്രീമിയം യൂണിറ്റ്. ഓ അങ്ങനെ. അപ്പൊ രണ്ടും ഒരാളുടെ തന്നെയാണ്. അപ്പൊ ഒരെണ്ണം പ്രീമിയം, ഒരെണ്ണം ഹോൾസെയിൽ ആയിട്ട്. അപ്പൊ MK ഹോൾസെയിൽ. നൂലാട് റീറ്റെയിൽ വെബ്സൈറ്റ് ഉണ്ടോ? വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഓ, അപ്പൊ ഒരു പീസ് വേണമെങ്കിൽ അങ്ങനെയും വേണേ. അപ്പൊ ഹോൾസെയിലും റീറ്റെയിലും രണ്ടും. ഓക്കെ. ഇവിടെ എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഇവർക്ക് എന്താ மேம், இது வந்து ஒரு வெட்டிங் ஆர்டருக்காக நாங்க வந்து we doing customized set.
ഹാൻഡ് പെയിന്റ് ഇവിടെ തന്നെ മ്യൂറൽ പെയിന്റിംഗ്, കേരള ഫേമസ് മ്യൂറൽ പെയിന്റിംഗ് ഉണ്ടല്ലോ, അത് അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അലങ്കോലാണ്. ഇതിന് കുറെ വർക്ക് ചെയ്തതുണ്ടോ? ഇത് ഇതാരാ നമ്മുടെ ഇതെന്നോട് ബ്രദർ. ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹായ്, ഹലോ, എന്താ പേര്? മിഥുൻ. മിഥുൻ, ദേവിപ്രിയ. രണ്ടും പേര് മാച്ച് ആവണില്ല. എന്തായാലും അപ്പ വെളിയില് പോയിരിക്കാറ് വന്നിരിക്ക. വേറെ സ്ഥലത്ത് യൂണിറ്റ് ഉണ്ട്. അതെവിടെയാ? அது இங்க சோமனூர் சொல்லிட்டு ஒரு ஏரியா இருக்கு. இத கூடாண்டு வேற எവിടെയൊക്കെയാ ഉള്ളത്? நமக்கு एक्चुअली இந்த மாதிரி ஒரு 5 യൂണിറ്റ്സ് இருக்குங்க மேம் இங்க. ഓ, ഓക്കേ ഓക്കേ. അപ്പൊ നമ്മൾ ആക്ച്വലി ഇവിടെ മാത്രം മതി, കാരണം നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങൾ ഇവിടെ തന്നെയല്ലേ? ഇവിടെ. ഓക്കേ, ഇത് മ്യൂറൽ ചെയ്തു വെച്ചത് ഹാൻഡ് പെയിന്റഡ് മാം. ഇത് ഒരു വെഡിങ്കാக ലാസ്റ്റ് ടൈം we did one video no ma'am. നമുക്ക് ഇത് കാണിക്കാലോ, ഓപ്പൺ ചെയ്യാലോ? ഓപ്പൺ. ഓക്കേ. അല്ല, ഇത് കസ്റ്റമൈസ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കസ്റ്റമൈസ് പറഞ്ഞാൽ അവരുടെ രീതിയിൽ അവര് ചെയ്തിട്ടുള്ള ഇത് ഇപ്പുറത്തേക്ക് വരും. അപ്പൊ എന്നാലാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇത് ഫുൾ സാരി ഹാൻഡില് ചെയ്ത വർക്കാണ്. മ്യൂറൽ പെയിന്റിംഗ് ഹാൻഡില് പണ്ണ പെയിന്റിംഗ്. ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്ക്, സ്ക്രീൻ പ്രിന്റിംഗ് അല്ല. ഓക്കേ, ഹാൻഡ് വർക്ക് മാം. അപ്പൊ സ്ക്രീൻ പ്രിന്റിംഗും ഉണ്ട്, ഹാൻഡ് വർക്ക് രണ്ടും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ പക്ക ഹാൻഡ് പെയിന്റിംഗ്. ഇതിനപ്പോ കോസ്റ്റ് കൂടോ കുറയോ? కొంచెం it is on a costly rate. മീൻസ് കമ്പാരിസൺ ടു സ്ക്രീൻ പെയിന്റും അതുപോലെ തന്നെ ഈ ഹാൻഡ് പെയിന്റും 200-300% ജാസ്തി വരും. ഓക്കെ, അത്രയും വ്യത്യാസം. എന്തായാലും ഹാൻഡ് പെയിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഓൺ കസ്റ്റമൈസ്, ആരോ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വെഡിങ്കാக ലാസ്റ്റ് ടൈം നമ്മള് ഓണത്തിന്റെ സമയത്താ വന്നത്. ആ സമയത്ത് എന്ന് പറയുമ്പോ ഇവിടെ ചാകര എന്ന് പറഞ്ഞ ചാകരായിരുന്നു. ഇപ്പോഴും കളക്ഷൻസിന്റെ കുറവില്ല, പക്ഷെ ഈ പ്രാവശ്യം കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉണ്ട്. വെഡിങ്ങിന് സ്പെഷ്യൽ കളക്ഷൻ ഉണ്ട്. പിന്നെ ലാസ്റ്റ് വീഡിയോക്ക് അപ്പുറം വി ഗോട്ട് ലോട്ട് ഓഫ് കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ്. അതിന്റെ കണ്ടിന്യൂഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ ഓക്കെ. അപ്പൊ ലാസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അത് ഓണത്തിന്റെ സമയം ഇട്ടപ്പോഴേ നല്ല കയറ്റം കയറിണ്ടായിരുന്നു. ഇവരൊക്കെ മെയിൻ ആയിട്ട് ഇനി എന്താണ് ഈ ഒരു MK ഫാബ്രിക് എന്ന് നമുക്ക് ചോദിച്ചറിയാം. MK ഫാബ്രിക് എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെ എന്താ? ഇത് എല്ലാമേ ഇപ്പൊ ന്യൂ എക്സ്ക്ലൂസീവ് പ്രീമിയം വെഡിങ് കളക്ഷൻ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് മൊത്തം വൈറ്റും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ടിഷ്യൂ, എംബ്രോയിഡറി, ഹാൻഡ് പെയിന്റിംഗ്, സ്ക്രീൻ പ്രിന്റിംഗ്, ബ്ലോക്ക് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ആരി വർക്ക് എല്ലാം. ടോട്ടൽ കേരള ട്രഡീഷണൽ വെയർ അല്ല? ഇത് തമിഴ്നാട്ടില് വെയർ ചെയ്യില്ലല്ലോ? ഇല്ല, ഇത് നമ്മ കസവ് സാരി കൺവേർട്ടഡ് ഇൻ ടു ഗ്രേറ്റ്. പക്ഷെ കുർത്തി ഇവിടെ കിട്ടില്ലല്ലോ? കിട്ടും, കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. ഓ ഗ്രേറ്റ്. ഇത് നിങ്ങൾ ചെയ്ത വർക്ക് തന്നെയല്ലേ? ഇത് വന്ന് ധോത്തി മാം. ഇത് ഗ്രൂമുക്കും ഇത് ബ്രൈഡുക്കും. അപ്പൊ കല്യാണ പെണ്ണ്, കല്യാണ ചെക്കൻ, അമ്മയ്ക്ക്, അച്ഛന്, ഫംഗ്ഷൻ എല്ലാം കസ്റ്റമൈസ് பண்ணிக்கலாம். ഓക്കെ. ഇത് വന്ന് അവർ യുഎസ്ல ഉണ്ട്. അവർ ഈ ഡിസൈൻ അனுப்பிச்சு விட்டு ഇത് സ്പെസിഫിക്കാ വേணும்னு കേട്ടാங்க. ഓക്കെ, അതാണ് സെയിം ആ ഒരു അതേ സെയിം ഇവിടെ സാരിയിലുണ്ട്. ഇതന്നെ സെയിം സാരി സെയിം ഉണ്ട്. ഓക്കെ, ഇതെ സെയിം. സ്പെഷ്യൽ ഫോർ എ വെഡിങ്. സ്പെഷ്യൽ വെഡിങ് കളക്ഷൻ ആയിട്ട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. ഓരോ കളറും ഓരോ ഡിസൈൻ ഇങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിക്കാനും പറ്റും കേട്ടോ. അപ്പോ ഇത് ഒരു വെഡിങ് മ്യൂറൽ പെയിന്റിന്റെ ഒരു കളക്ഷൻ. അപ്പൊ ഇതാരാ ചെയ്യണത്? നിങ്ങളെ ചെയ്യണ്ട? ഞാനും ചെയ്യുവേ. പിന്നെ വി ഹാവ് ഫ്യൂ മോർ ടീം മെമ്പേഴ്സ് ഓൾസോ. അവരും പറഞ്ഞു ഞാനും അത് ചെയ്യും. അതെ, സ്പെഷ്യലൈസ്ഡ് മ്യൂറൽ വർക്ക്. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഒരു ഓർഡർ, കസ്റ്റമൈസ് വെഡിങ് ഓർഡർക്ക് പോയിട്ട് ഇരിക്കുங்க. ഓക്കെ, ഒരേ മാതിരി. ഇതെന്താണ് ശരിക്കും? പ്രിന്റ് ബ്ലോക്ക് പ്രിന്റ് മാം. ബ്ലോക്ക് പ്രിന്റ് ഇവര് ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക്. കസവിന്റെ ഭാഗം കാണിക്കും. ഈ സൈഡ് ഇങ്ങനെയായിരിക്കും പല്ലു സൈഡ് വരും. പല്ലു സൈഡ്. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റൂല. ഈ സാരി വിത്ത് ബ്ലൗസ് ആണോ വിത്തൗട്ട്? എല്ലാം വിത്ത് ബ്ലൗസ്. വിത്ത് ബ്ലൗസ്. റേറ്റ് പറയാൻ പറ്റുമോ നമുക്ക്? സ്റ്റാർട്ടിംഗ് റേറ്റ് മാം, സ്റ്റാർട്ടിംഗ് റേറ്റ് 450-300 இருந்து ஸ்டார்டிங் இருக்கு. செட் முண்டுனா 200 ஸ்டார்டிங். ധോത്തീസ് 200 സ്റ്റാർട്ടിംഗ്. പിന്നെ ഈ റേറ്റ് ഒക്കെ പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ്. എന്നാൽ സിംഗിൾ പീസ് ഈ റേറ്റിന് ഈ റേറ്റിൽ കിട്ടും. ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഡൗട്ട് ക്ലിയർ ആക്കി ചോദിക്കുകയാണ്. അപ്പൊ ഹോൾസെയിൽ ഒരുവിധം എല്ലാം കടക്കാർക്ക് ഇവര് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ജോസേട്ടൻ എവിടെ? ജോസേട്ടൻ കേരള പോയി. ആളാണ് മെയിൻ ആയിട്ട് അവിടെ സപ്ലൈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത് വീണ്ടും മടക്കണം, സോറി.
ഓക്കെ, നമുക്ക് ഇനി അടുത്ത കളക്ഷൻ എവിടെ ബ്രൈഡലിന് ഇത് പെയിന്റ് അല്ലാത്ത കസവില് நிறைய ഉണ്ട് മാം. ടേബിളിൽ പോட்டுக்கலாமா? അപ്പൊ എടുത്തിട്ട് വരാം. ഇത് ഫുൾ ഇരിക്കുന്നത് മൊത്തം വെഡിങ് കളക്ഷൻ, കല്യാണ പെണ്ണിന് വേണ്ടി മാത്രം. ഇനി കല്യാണ പെണ്ണല്ല, നിങ്ങൾക്ക് കല്യാണ പെണ്ണിന്റെ പോലെ ഫംഗ്ഷനൊക്കെ ഇട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് ഇത് ഒരു പീസായിട്ട് മേടിക്കാം. ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് പീസാണ്. അപ്പൊ റേറ്റ് നമ്മൾ പുറമെ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും എന്തുകൊണ്ടും റേറ്റ് കുറവായിരിക്കും. അതെ, ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് ഒന്ന് നോക്കിയാലോ എങ്ങനെയാന്നുള്ളത്. ഇത് வந்து ഒരു ന്യൂ നമുക്ക് കളക്ഷൻ. ഓക്കെ ഓക്കെ, இது ஒரு நியூ கலெக்ஷன். ஓகே, பல்லுல இந்த மாதிரி மாங்கா டிசைன்ஸ் வரும். മാങ്ങ ഡിസൈൻ, അതും ഫുൾ കസവോട് കൂടി. கசவோடு கூடிய டிசைன்ஸ். അപ്പൊ കസവ് എത്രത്തോളം കൂടുതൽ വേണം കുറവ് വേണം അത് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാം. ഇല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ളത് കൂടിയതും കുറവുള്ളതും നോക്കിയിട്ട് എടുക്കാം. ഇനി ഫുൾ ബോഡിയിൽ വരുന്ന വർക്ക് നമുക്ക് ഇത് ഇത് ഫുൾ ബോഡിയാണ്. ഇത് ഓക്കെ, ഫുൾ ബോഡി ഫുൾ ജറിഗെ ജറിയുടെ വർക്ക് അല്ലേ, ഫുൾ ഓവറോൾ സിൽക്ക് സാരിന്റെ റെപ്ലിക്ക. അപ്പടിയെ ശരിക്കും പറഞ്ഞാൽ കാഞ്ചിപുരത്തിന്റെ റിപ്ലിക്ക, കാഞ്ചിപുരത്തിന്റെ റെപ്ലിക്ക അത് വേണമെങ്കിൽ പറയാട്ടോ. അത്രയും ഇത് കളർ ഇല്ലാന്നേ ഉള്ളൂ, ബാക്കി ഒക്കെ സെയിം ഡിക്റ്റോ കാഞ്ചിപുരത്തിന്റെ സെയിം റിപ്ലിക്ക തന്നെ കേട്ടോ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇതില് വിത്ത് ബ്ലൗസ് അല്ലേ ഒക്കെ? എല്ലാം വിത്ത് ബ്ലൗസ് മാം. കുഞ്ചലം വേണോ നമ്മ അറ്റാച്ച് പണിக்கலாம். ഇത് എത്ര മീറ്റർ? 6.25 മീറ്റർ. 6.25 മീറ്റർ വിത്ത് ബ്ലൗസ്. വിത്ത് ബ്ലൗസ്. അപ്പൊ ഇതൊരു ഡിസൈൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണിച്ചോണ്ടിരിക്കണത് കേട്ടോ. അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് നമ്മുടെ സ്റ്റൈലിലുള്ളത് വേണമെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഇനി മടക്കാനാണ് ബുദ്ധിമുട്ടല്ലേ? ഇത് ടൈം ആയിടും. കുറച്ച് നല്ല രീതിയിൽ വേണം മടക്കാനായിട്ട്. ഇത് പിന്നെ ഇവർക്ക് മടക്കി ശീലമുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അതെവിടെയെങ്കിലും വെച്ചോ, അവിടെ ചെയറിൽ വെച്ചോ? ഞാൻ ഇവിടെ വെച്ചു. ചെയറിൽ വെക്കി. അടുത്ത ഡിസൈൻ എടുക്കാം നമുക്ക്. ഇത് ഒരു കൃഷ്ണർ ബേസ്ഡ് കോൺസെപ്റ്റ്. ഓ, ഇതൊക്കെ ഇവിടെ ഈ നമ്മൾ പവർലൂം, ഇതൊക്കെ പവർലൂം അല്ലേ? പവർലൂം, എല്ലാം പവർലൂം. പവർലൂം ആണ്, ഒന്നും ഹാൻഡ്ലൂം അല്ല. ഈ പവർലൂമിന്റെ ഹാൻഡ്ലൂം പോലെ തന്നെ അത്രയും ഫിനിഷിങ്ങോട് അല്ലേ, ഭയങ്കര. പിന്നെ ലോങ് ലാസ്റ്റിന്റെ കാര്യത്തിലും ഒന്നും കുഴപ്പമില്ല. ഇത് രാധാകൃഷ്ണൻ ഇരിക്കുന്ന ഒരു ഫീല്, അതില് ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. കോട്ടൺ വരുന്നത്. നേരത്തെ കാണിച്ചപ്പോ ടിഷ്യൂ, ഇത് കോട്ടൺ വരും. അപ്പൊ കോട്ടനും ടിഷ്യൂ അങ്ങനെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളത് വേണമെങ്കിൽ അതുണ്ട്. കോട്ടൺ മാത്രമായിട്ട് വേണമെങ്കിൽ ടിഷ്യൂ മാത്രമായിട്ടുള്ള അത്. വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഡയറക്റ്റ് ഓവറോൾ നടുക്കിൽ ഇതുപോലെ തന്നെ പുട്ട വർക്ക് കേട്ടോ. ഫുൾ ബോഡി இந்த மாதிரி പുട്ട വർക്ക് വരും. മയിൽ പീലിയും. നമുക്ക് ഈ വെഡിങ് കളക്ഷൻ്റെ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എത്ര വരും? സ്റ്റാർട്ടിംഗ് 1500 വെഡിങ് കളക്ഷൻ. അല്ലാത്ത നോർമലിന് വരുമ്പോ നമുക്ക് റേറ്റ് കുറയും. ഇതിപ്പോ നമുക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യും മാം? അവർ വീഡിയോ கால் பண்ணலாம். இல்லனா எங்ககிட்ட போட்டோஸ் இருக்கு, ഞങ്ങൾ ഷെയർ ചെയ്യും. ഇല്ല അവർ ഡയറക്റ്റ് വിസിറ്റ് பண்ணலாம். ഡയറക്റ്റ് വിസിറ്റ്. പിന്നെ ഈ നൂലാടെ എന്ന് പറയുന്നത് അതിന്റെ വെബ്സൈറ്റിലും എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉണ്ട്. വെബ്സൈറ്റിൽ പോയി കാണലാം, ഇൻസ്റ്റാഗ്രാമിലും കാണലാം. നൂലാടെ. നൂല് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നൂല് ത്രെഡ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ആടെ മീൻസ് ഡ്രസ്. തമിഴില് മലയാളം തമിഴ് കൂടി മിക്സ് ആക്കിയിട്ടാണ് നൂലാടെ ആക്കിയതല്ലേ? ഓ, പേൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കളക്ഷൻസ് നൂലാടെ എന്ന് വന്നത്. MK ഫുൾ ഫോം മിഥുൻ കുമാർ കീർത്തന. കീർത്തി. ലാസ്റ്റ് ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആദ്യം വെച്ച പേര്, ബട്ട് ഒഫീഷ്യൽ നെയിം ദേവിപ്രിയ. ഒഫീഷ്യൽ നെയിം ദേവി. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ കീർത്തിന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ചീത്ത കേൾക്കവര്, മാം എന്തിനാ എന്നെ കീർത്തിന്ന് വിളിച്ചത്? എല്ലാരും ഇപ്പൊ വിളിച്ചിട്ട് കീർത്തിയാണോ ചോദിക്കുന്നത്. ശരിക്കും അപ്പൊ എന്ത് പറഞ്ഞിട്ട് വിളിക്കണ്ടേ? ദേവിപ്രിയ അല്ലെങ്കിൽ MK ഫാബ്രിക് ആണോ ഇങ്ങനെ ചോദിച്ചിട്ട് വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇനി ഇത് ഒരു ന്യൂ കളക്ഷൻ, സിൽവർ ബേസ്ഡ് ടിഷ്യൂ. ഓക്കെ, ഇത് സിൽവറും ഗോൾഡും രണ്ടും കൂടിയിട്ട് മിക്സ് ആണ് അല്ലേ? ഗോൾഡ് ആൻഡ് നേവി ബ്ലൂ. ഈ ബോർഡറിലെ നേവി ബ്ലൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ആ ഒരു ടച്ച് വന്നത് അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതിന്റെ ശരിക്കുള്ള എന്താ പറയുക ഗുഡൻസ് അറിയണമെങ്കിൽ കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ട് അറിയണമെങ്കിൽ കുറച്ച് നേരെ ഇരുന്ന് പറയേണ്ടി വരും. പക്ഷെ കാണുമ്പോ ഭംഗിയുണ്ടോ, ഉടുക്കുമ്പോ നല്ല സുഖമുണ്ടോ, ഇത് മാത്രം നമ്മൾ നോക്കിയത് അല്ലേ ചേച്ചി? അതെ, ഓവറോൾ നോക്കിയാണെങ്കിൽ ബോഡിയിൽ ഫുൾ ഇതാ ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് വീണ്ടും പറയാണ്, ഇത് എക്സ്ക്ലൂസീവ് കളക്ഷനാ. പക്ഷെ അല്ല, നമുക്ക് സാധാരണ നമുക്ക് അമ്പലത്തിലേക്ക് പോവാനോ ചോറൂണിന് അങ്ങനത്തെ സംഭവത്തിനോ ഒക്കെ എന്താ ഇവിടെ കളക്ഷൻസ് കൊണ്ട് കളക്ഷൻസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുക അല്ലേ? ഇത് കല്യാണ പെണ്ണ് തന്നെയാണ്. ഇത് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് മാത്രം. ലാസ്റ്റ് വീഡിയോയില് ഞങ്ങൾ എല്ലാ കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ കുറച്ച് കെട്ടുകളൊക്കെ ഇരിക്കണതൊക്കെ ഇതൊക്കെ സെറ്റ് മുണ്ടായിരിക്കണത്. സെറ്റ് മുണ്ട് ഇത് പ്രൊഡക്ഷനിൽ നിന്ന് വന്നിട്ട് സെറ്റ് പണി മുണ്ടും
നേരിതും സെറ്റ് പണി ഉള്ളില് റാക്കില് സെറ്റ് ആക്കി വെക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി, നമുക്കിപ്പോ 50 പീസ് 100 പീസ് അങ്ങനെയൊക്കെ ഒരുപോലെ വേണമെന്നാൽ പണി കൊടുക്കും. അതുകൂടാണ്ട് കല്യാണത്തിനായാലും ഒരേപോലെ ഫാമിലിക്ക് നിൽക്കണം. ഇപ്പൊ കല്യാണ ചെക്കൻ പെണ്ണ് അമ്മ അച്ഛൻ അവര് മാത്രമല്ലല്ലോ, ഇനി കല്യാണത്തിന് വരുന്നവർക്കും നമുക്ക് ഉടുക്കാനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ലേ? ഗിഫ്റ്റിംഗ് അങ്ങനത്തേനൊക്കെ. അപ്പൊ ഗിഫ്റ്റ് പർപ്പസ് ആകുമ്പോ ആ റേറ്റ് പറഞ്ഞാൽ മതി. നമുക്കത് 200 രൂപ 300 രൂപ അത്ര ലോ മതി എന്ന് പറയുമ്പോ ആ രീതിയിൽ നമുക്ക് ചെയ്തുതരാം. ഗിഫ്റ്റ് ആണല്ലോ നമ്മൾ. അല്ല ചേച്ചി, നമുക്ക് കൊടുക്കുമ്പോ നമ്മൾ 1000 കൊടുക്കുമ്പോ നമ്മൾ 200 രൂപ കൊടുക്കില്ല. അതെല്ലായിടത്തും പോലെ നല്ല ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി എനിക്ക് നോ ഡൗട്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്നാണല്ലോ മൊത്തം നമ്മുടെ കേരളത്തിൽ ഒരുവിധം കടകളിൽ ഇവിടുന്നാണ് പോണത്. ഇവിടെ സെറ്റ് സാരി നോക്കുകയാണെങ്കിൽ മൊത്തം ഇവിടുന്നായിരിക്കും. ജോസേട്ടനെ തപ്പിയാൽ മതി, നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ എവിടെയെങ്കിലൊക്കെ ജോസപ്പേട്ടൻ. ഓക്കെ, ഫുൾ കസ്റ്റമർ എന്ന് പറയുമ്പോൾ 2 രീതിയില് സിൽവറും ഗോൾഡും വരും. இதெல்லாம் கொஞ்சம் லெஸ் டிசைன்ஸ், கொஞ்சம் சிம்பிள் டிசைன்ஸ் வேணும்னு கேக்குறவங்களுக்கு இந்த மாதிரி. അപ്പൊ അതിനനുസരിച്ച് റേറ്റും കുറയും. റേറ്റ് കുറയും. മുന്താണിയുടെ പോർഷൻ ഇതാ വരുന്നത്. ഇത് മുന്താണി പോർഷൻ. ഇത് പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ പൂട്ട വർക്ക്സ്, അതുപോലെ തന്നെ ഇവിടെ തന്നെ പാക്കിങ്ങും അയണിങ്ങും പ്രസ്സിങ്ങും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ചെറിയ നമുക്ക് ഓവറോൾ പ്ലെയിൻ വേണം, മുന്താണിയിൽ മാത്രം നന്നായി വർക്ക് വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ നമുക്ക് അങ്ങനെയും ചെയ്ത് തരും. ഇത് ഒരു ഗ്രാൻഡ് കളക്ഷൻ, ബോഡി ഫുൾ ബൂട്ട വർക്ക് അല്ലേ? ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ ബൂട്ട വർക്ക്. ഇത് ശരിക്കും ഒരു പട്ട് സാരിയുടെ ലുക്ക് അല്ല. ഒരു 10,000-20,000 ഒരു മതിപ്പുണ്ട് ഈ ഒരു സാരിക്ക്. കളർ സാരി മാറി നിൽക്കും ഈ സാരി കൊടുത്തു വരുമ്പോ അല്ലേ? എന്താ ലുക്ക്. ഇനി ഇതിന്റെ മുന്താണി ഏത് പോർഷൻ? മുന്താണി വരുമ്പോ നമുക്ക് ഇത് മുന്താണി ഇതാ. ഇത് ബ്ലൗസും മുന്താണിയും ഒരേ മാതിരി സെയിം ആണ്, വലിയ മാറ്റമൊന്നുമില്ല. ഇത് കുഞ്ചലം അറ്റാച്ച് പണിക്കലാം, കുഞ്ചലം കെട്ടാനായിട്ട്. അങ്ങനെ ഇത് എല്ലാം കാഞ്ചീപുരത്തിന്റെ റെപ്ലിക്ക ആയിട്ട് നമ്മ കസവില് ടിഷ്യൂലും. ഇപ്പൊ ചെക്കനും പെണ്ണിന്റെ ഫേസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ആ ഒരു അതും ചെയ്യും. ബട്ട് കുറച്ച് സമയം വേണം. ദേവിപ്രിയ ചെയ്യും. അതെ, വേറൊരു കാര്യം കൂടി, നമ്മളിത് ഈ മലയാളം തപ്പലാണ്. ഇവിടെ കറക്റ്റ് മലയാളമാണ്. ചേച്ചി പറഞ്ഞ കറക്റ്റ് മലയാളം പറഞ്ഞേ. എന്താ പറയണ്ടേ? നമ്മളെവിടെയാ നിക്കണം കറക്റ്റ് സ്ഥലം? വടവള്ളി, കോയമ്പത്തൂർ വടവള്ളിയില് സിരുവാണി റോഡ്. പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്നൊക്കെ വരാണെങ്കിൽ ഇങ്ങനെ വരണ അങ്ങനെ അറിയാം. ചേച്ചി ഇപ്പൊ എത്ര നാളെ ഇവിടെ കോയമ്പത്തൂര്? കുറെ നാളായി. അപ്പൊ കേരളത്തിൽ എങ്ങനെയാ വരാന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല അല്ലേ? അറിയാം. നാട്ടിലെവിടെ സ്ഥലം? നാട്ടിൽ കണ്ണൂരാണ്. ഇപ്പൊ ഇവിടെ എത്ര നാളെ താമസം? 10-20 വർഷമായി. അപ്പൊ കേരളത്തിൽ നിന്ന് എങ്ങനെ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല അല്ലെ? നമ്മുടെ കേരളം മറക്കായിരിക്കില്ല. ഉക്കടുത്ത് ഇറങ്ങിയിട്ട് അങ്ങനെ വൺസിൽ വരാം, ടാക്സി പിടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ വടവള്ളി ഹൈസ്കൂൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ വീരകേരള റോഡ് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇങ്ങോട്ടേക്ക് മീൻസ് MK ഫാബ്രിക്കിലോട്ടോ. ഓക്കെ, ഷൈ ആണല്ലേ? അതെനിക്ക് തോന്നി. ആ ഷൈ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണ്ട നമുക്ക് അല്ലേ? അടുത്തതില് നമുക്ക് കസവില് കുറച്ചുകൂടി ഇങ്ങനെ കളർ പീകോക്കിന്റെ ഡിസൈൻ. ഇത് ഓവറോൾ വരും വർക്ക്. പിന്നെ ഇതാണ് ഇതിന്റെ മുന്താണി പോർഷൻ. മയിൽ ഇങ്ങനെ ഇരിക്കണ കണ്ട. ഇതിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഇപ്പൊ കളർ കളർ ചേഞ്ച് കളർ ചേഞ്ച് ആക്കി വെച്ചിട്ടില്ല. ഈ കളർ എനിക്ക് ഇഷ്ടമായത് കേട്ടോ. നല്ല രസമില്ലേ? നല്ല ഭംഗിയാണ്. അത് ഇത് ഫുൾ കോട്ടനും ടിഷ്യൂ അല്ല? ഇത് കോട്ടൺ, ഇത് ടിഷ്യൂ. ഇല്ല മാം, ഇതും കോട്ടൺ தான். പല്ലു മാത്രം ഈ ജരിഗ വർക്ക് വരും. അങ്ങനെ വ്യത്യാസം വരുന്നത് അല്ലേ? ബാക്കി ബോഡിക്ക് കോട്ടൺ. അങ്ങനെ ഫുള്ളാമേ ഹാൻഡ്ലൂം റെപ്ലിക്ക. അപ്പൊ എന്താ പറയാ, ഈ അമ്പലത്തിലൊക്കെ സാധാരണ ഇത്രയും ഇത് 1500 എന്നൊക്കെ പറയുമ്പോ ഒന്നുമല്ലല്ലോ. ഇതൊക്കെ ശരിക്കും കടയിലേക്ക് പോകുമ്പോ 5000 രൂപ വരും അല്ലേ? അത്രയും ഡിപ്പെൻസ്. കടക്കാര് അത്ര രൂപയ്ക്ക് വിൽക്കണെന്നത് അത് ഡിപ്പെൻസ് കേട്ടോ. അത് പിന്നെ വേറൊരു കാര്യം വീണ്ടും പറയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉടുക്കാനും അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ കച്ചവടക്കാരെ കാണണമെന്ന് വെച്ചാൽ അവർക്കും ഇവിടുന്ന് ബൾക്ക് പീസായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് മാത്രം സാരിയും സെറ്റ് മുട്ടും മാത്രമല്ല, നമുക്ക് ധോത്തീസും അവൈലബിൾ. പിന്നെ എന്തൊക്കെയുണ്ട്? ധോത്തീസ് വേറെ സെക്ഷൻ ഇருக்கு. അത് നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പോട്ടെ. ഇതിപ്പോ സാരിയുടെ സെക്ഷൻ ആണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ധോത്തീസിന്റെ സെക്ഷൻ ഉണ്ട്. കുട്ടികളുടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. കുട്ടികൾക്കും ഇത് വേറൊരു മയിൽ. ഒരു മയിൽ. ഓക്കെ,
ഇത് ഉൾപോഷനില് കോട്ടണില് ഇതുപോലെ ചെറിയ ചെറിയ ഇലകളുടെ വർക്ക്. ഇത് വന്ന് പല്ലു പോർഷൻ. നോക്കിയേ, ഈ മയിലിരിക്കുമ്പോ വേറെ വിടർന്ന് നിൽക്കുന്ന മയിൽ അല്ലേ? അതെ. ഒരു ഡിസൈനർ ടീം ഉണ്ടല്ലേ ഫുൾ ഇത് സെറ്റ് ചെയ്യാൻ? ഓക്കെ. അപ്പൊ ഇതിന്റെ എക്സാക്ട് റേറ്റ് അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. കീർത്തി അല്ല MK ദേവിപ്രിയ. ദേവിപ്രിയ എന്ന് പറഞ്ഞിട്ട് വിളിച്ചാളോ? നമ്മുടെ സ്വന്തം കുട്ടിയാ, ദേവി എന്ന് വിളിച്ചാൽ മതി അല്ലേ? അതെ. ഞങ്ങളുടെ സ്വന്തം ഇപ്പൊ. ഓക്കെ. ഇവിടെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാം. കൊറേ ഉണ്ട് കാണിക്കാനേ. ഇതെന്താ, ആനയോ? ആന ഇല്ലാത്ത എന്ത് കച്ചവടം നമ്മുടെ നാട്ടിലല്ലേ? അതെ. ഫുൾ മുന്താണിയിൽ ഓവറോൾ ഫുൾ ഇങ്ങനെ ആനയുടെ ഡിസൈൻ. ഇതൊക്കെ കാണിക്കുന്നത് ഫുൾ വീവിങ്ങിലാണ് കേട്ടോ, നല്ല വർക്കോട് കൂടിയിട്ട്. അതേപോലെ മുന്താണി ഫുൾ ഓവറോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൾപോഷം വരുമ്പോ നമുക്ക് കുറച്ച് സിമ്പിൾ ചെറിയ ചെറിയ പുട്ടാസ്. പിന്നെ ഇതൊക്കെ റണ്ണിങ് ബ്ലൗസ് ആണ്. പക്ഷെ റണ്ണിങ് ബ്ലൗസ് കല്യാണ പെണ്ണൊക്കെ അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷെ കോൺട്രാസ്റ്റ് பண்ணா நல்லா இருக்கும், നല്ലതായിരിക്കും. அல்லது ஆரி வர்க் பண்ணி சேம் ரன்னிங் ബ്ലൗസ് போட்டா കുറച്ച് അത് കല്യാണ പെണ്ണിനാണെങ്കിൽ ഇങ്ങനെ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും. പിന്നെ ഇത് കൊഞ്ചലം കെട്ടിയിട്ടുള്ളത്. ഇത് ലോട്ടസ് ഡിസൈൻ. ഇതൊക്കെ വലിയ വലിയ കടയിൽ കൊണ്ടുവച്ച് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് വരുമ്പോ ഇതിന്റെ റേറ്റ് മാറി മോനെ അല്ലേ ചേച്ചിയാ? ഇതാ മുന്താണിയിൽ ഇങ്ങനെ വർക്ക് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതുള്ളൂ എന്ന് വെച്ചാൽ കൂടിയ വർക്കും ഉണ്ട്. ഈ സെറിക്കും മാറ്റങ്ങളുണ്ടോ? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജോസേട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറി 2 തരം 3 തരം ഉണ്ടെന്നുള്ളത്. ഈ പ്രാവശ്യം ജോസേട്ടാ നിങ്ങളെ മിസ് ചെയ്യുന്നു, കാണാനില്ലല്ലോ അല്ലേ? ഇതെന്താ സെറി? ഇത് പെരിയ കൃഷ്ണൻ. ഒരെണ്ണോട് ഓപ്പൺ ചെയ്താലേ കറക്റ്റ് ആയിട്ട് ആ ഒരു ലുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കൃഷ്ണർ. ഇതാണ് ലുക്ക്. ഇത് ഒരു സാരി കൊടുത്താൽ മതി, അടിപൊളിയായിരിക്കും അല്ലേ? ഫുൾ ഓവറോൾ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ബിഗ് ഒരു വർക്ക്. ഇത് ഫാസ്റ്റ് മൂവിങ് സാരി. ഇതില്ലേ പെട്ടെന്ന് മൂവ് ആവൂലേ? ഇതിനൊക്കെ ഇപ്പൊ 6000 പറഞ്ഞാൽ അപ്പൊ എടുത്തു തരും ഇത് ഇല്ലേ? പക്ഷെ ഇവിടെ 6000 ഇല്ല. ഇവിടുത്തെ റേറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്പൊ വിളിച്ച് ചോദിക്കുക എത്രയാ റേറ്റ് എന്നുള്ളത് അല്ലെ? ഇപ്പൊ കൃഷ്ണന് പകരം വേറെ അങ്ങനെ കുറെ വേറെ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അപ്പ വന്നോ? അപ്പ വന്നിട്ട് വന്നു. ഓക്കെ. അടുത്തത് ഇതൊരു ഗ്രാൻഡ് ഐറ്റം. ഇതൊക്കെ പൂക്കളായിട്ടാണ്. ഇത് പല്ലു വരും. പല്ലുന്റെ പോർഷൻ ഓവറോൾ ഫുൾ ഇങ്ങനെ വർക്കിന്റെ ഡീറ്റെയിൽ അടിപൊളി കേട്ടോ. ഫുൾ സാരി ഇങ്ങനെ വർക്ക് വരും ഇതില്. ഈ കസുവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരോ? കഴിഞ്ഞ പ്രാവശ്യം ജോസേട്ടൻ പറഞ്ഞ പോലെ 2 രീതിയിലെ കസവ് ഉണ്ട് അതില്. ഇത് வந்து ஒரே குவாலிட்டி யூஸ் பண்ணுவாங்க, அது நல்ல குவாலிட்டி ஐட்டம் தான். ഈ ബ്രൈഡൽ വരുമ്പോ നല്ല ക്വാളിറ്റി, 2 ക്വാളിറ്റി യൂസ് ചെയ്യാം. മറ്റേ നോർമൽ സാരി സെറ്റ് മുണ്ടിന് പോകുമ്പോഴാണ് കസവുകൾക്ക് മാറ്റം വരും. ഓക്കെ. അതെന്തുകൊണ്ടാ വെച്ചാൽ അത് കച്ചവടക്കാരും കൂടിയിട്ടുള്ളതാണ്. വീവിംഗ് ബേസ് പണി ജരി മാറും, ഡിസൈൻ ബേസ് പണി ജരിക வந்து മാറ്റം വരും. വീവിംഗ് മെത്തേഡ്സ് ബേസ് പണി. ഇത് ഒരു ഇൻട്രിക്കേറ്റ് ഡിസൈൻல, அப்ப இதுக்கு ஒரு குவாலிட்டி ஆஃப் ஜரி தான் யூஸ் பண்ண முடியும். we cannot use other qualities here. ഓക്കേ. എന്നുവെച്ചാൽ വേറെ ലോ ക്വാളിറ്റി യൂസ് ചെയ്താൽ ചിലപ്പോൾ വീവ് ചെയ്യുമ്പോൾ അതിന്റെ ജെറി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഫിനിഷ് വരാതെ. ഓക്കെ. അപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിടുത്തം കിട്ടിയില്ലേ? ഇത് നമ്മള് ഒരുപാട് കടയിൽ നമ്മൾ ഓണത്തിന്റെ സമയത്ത് കണ്ട സാരി ആണ്, എക്സ്ക്ലൂസീവ് സാരി എന്ന് പറഞ്ഞിട്ട് എനിക്കും എന്റെ ഫേവറേറ്റ് ഒരു സാരിയാണ്. ഇതിന്റെ ഒക്കെ റേറ്റ് അവിടെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ സ്വകാര്യമായിട്ട് ചോദിക്കട്ടെ എത്ര റേറ്റ് എന്ന്? പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഞാൻ പിന്നീട് ചോദിച്ചറിയാം. ഇത് എന്റെ ഒരു ഫേവറേറ്റ് ആട്ടോ. കോമൺ ആണ്, പക്ഷെ എന്റെ ഒരു ഫേവറേറ്റ് കൂടിയാണ്. കാരണം ഇത് കാണാൻ തന്നെ ഒരു ലുക്ക്, ഇട്ട ഒരു ആലച്ചന്ത എന്ന് പറയില്ല, ആ ഒരു സംഭവമാണ് ഈ ഒരു സാരി. ഫുൾ ഓവറോൾ സിൽവറും ഗോൾഡിന്റെയും ഒരു കോമ്പിനേഷൻ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഇങ്ങനെ ചെറിയ ചെറിയ ബൂട്ട വർക്ക്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ട്രഡീഷണൽ സാരിയില് ടെമ്പിൾ ഡിസൈൻ അല്ലെങ്കിൽ ആന ഇല്ലാണ്ട് സാരി കംപ്ലീറ്റ് ആവില്ല അല്ലെ? സത്യല്ലേ? അതില് ഈ ഒരു ടെമ്പിളിന്റെ വലിയ വലിയ ഡിസൈൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇതില് സിൽവറും ഇതും എന്നുവെച്ചാൽ ഒരു കളർ ആണെന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഇത് നമ്മ ഫസ്റ്റ് പാർട്ട് ബേസിക് ഡിസൈൻസ് മാറ്റി. സിമ്പിൾ ഡിസൈൻ ലോട്ടസ് ടെമ്പിൾ ഡിസൈൻ. ഇത് ഏത് പോർഷൻ? താമരയും ഇതില് മാങ്ങയുടെ ഡിസൈൻ, ടെമ്പിളിന്റെ ഡിസൈൻ, ഓവറോൾ അങ്ങനെ. ഇവിടെ ലോട്ടസ് ഉണ്ട്. ഇത് ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ അതിന്റെ കറക്റ്റ് ലുക്ക് അറിയുള്ളൂ. കണ്ട കാണുമ്പോ തന്നെ ലുക്ക് അറിയണമെങ്കിൽ, ആ മുന്താണിയുടെ വർക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ നോക്കണം. പിന്നെ വെബ്സൈറ്റിൽ ഈ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഇട്ടിട്ടുണ്ടോ?
ഒരു ചില കളക്ഷൻ ഉണ്ട്. ഒരു ചില കളക്ഷൻ മീൻസ് ലിറ്റിൽ കുറച്ച് കളക്ഷൻ ഇട്ടിട്ടുണ്ട്, അതല്ലേ പറയണേ? മാങ്ക ആൻഡ് ഫ്ലവേഴ്സ്, മാങ്ങയും അതുപോലെ തന്നെ ഫ്ലവറിന്റെ ഡിസൈനും കൂടിയിട്ടായിട്ടുള്ള മിക്സ്. ഇതിലിപ്പോ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സെറി വർക്കും ഓപ്പോസിറ്റ് പിടിച്ച സോറി രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ത്രെഡ് വർക്ക് വേണ്ട, നമുക്ക് പ്യുവർ സെറിയിൽ മാത്രം മതി എന്ന് വെച്ചാൽ അങ്ങനെയും വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ആക്ച്വലി ലുക്ക് വരുമ്പോ ഇങ്ങനെ പിടിച്ചേ, ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് സിമ്പിൾ, അധികം വർക്കൊന്നുമില്ല, ബോർഡറിൽ മാത്രം. ഇതൊക്കെ 1 ലെയർ ആയിട്ട് ഇടുമ്പോഴാണ് ആ ഒരു വെരി ബ്യൂട്ടിഫുൾ അല്ലെ, നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ സെറ്റ് സാരി ഒക്കെ നോർമലി മോഡേൺ സാരി പോലെ ആക്കിയിട്ട് കൊടുക്കണല്ലോ. ഇപ്പൊ ആ ഒരു ട്രഡീഷണൽ വേറൊക്കെ പോയി. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻ, നമുക്ക് വേറെയും കുറച്ച് കളക്ഷൻ കാണിക്കാം. ഇതിപ്പോ കാണിച്ചത് മാറ്റി വെച്ചിട്ട് വേറെ കാണിക്കാം. ഇതിപ്പോ കാണിച്ചത് മൊത്തം ബ്രൈഡലിന് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 1500 റേഞ്ചിന്റെ മുകളിലുള്ള കളക്ഷൻസ്. അതല്ലാത്ത കളക്ഷൻസും ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് ജസ്റ്റ് ഒരു ഹിന്റ് നമുക്ക് എന്തായാലും കാണാം. ഇത് എന്ത് സാരി ഇപ്പൊ ചെയ്യണത്? ഇപ്പൊ വന്ന് ഫുൾ എംബ്രോയിഡറി വർക്ക് ഓൺ ടിഷ്യൂ, സം ഡിസൈനർ ബ്രൈഡൽ വെയർ. ഓക്കെ, ഫാൻസി ഡിസൈനർ ബ്രൈഡൽ. ഇത്ര നേരം നമ്മൾ കണ്ടത് പട്ട് സാരി പോലത്തെ സംഭവമായിരുന്നു. ഇനിയിപ്പോ കുറച്ച് ഫാൻസിയിൽ തന്നെ നമുക്ക് കേരള സാരി പോലെ. അത് വീവിംഗില് ചെയ്ത ഡിസൈൻ, ഇത് എംബ്രോയിഡറി. ഓക്കെ, ഫുൾ ബോഡി ഇവിടെ തന്നെ എംബ്രോയിഡറി വരും. ഇതിന്റെ കളറും ഡിസൈനും நீங்க என்ன சொன்னாலும் கஸ்டமைஸ் பண்ணிக்கலாம். ഓക്കെ, അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം നെയിം എംബ്രോയിഡറി பண்ணனும்னா பண்ணிக்கலாம். ലാസ്റ്റ് ടൈം ഇപ്പൊ എനിക്ക് ഓർമ്മ തന്നെ ലൈഫ് വിത്ത് ഷെൽമി എങ്കെ I called you. You said you will get later. ഞാന് എപ്പോ എന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും ലൈഫ് ഷെൽമി ഇങ്ങനെ സാരിയിൽ അടിക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് എവിടെ പോവാനാ, ഞാൻ അത് കാരണം പിന്നെ വേണ്ടെന്ന് പറഞ്ഞതാ. അല്ല ശരിയല്ലേ ചേച്ചിയെ? ആ സാരി കൊടുത്ത ഒരു തവണയല്ലേ കൊടുക്കാൻ പറ്റും. But we will frame it and have it in your house. You will not wear. We will frame and have in your house. അപ്പൊ ഒരെണ്ണം ചെയ്തു വെച്ചോ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ അത് ഇങ്ങനെ ലൈഫ് വിത്ത് ഷെൽമി സാരി MK തൂക്കിയിടാം. 1 week I will give it to you. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു എക്സാമ്പിൾ സാമ്പിൾ അങ്ങനെയൊക്കെ പറയാം. ഇത് സാമ്പിൾ അല്ല, ഇത് ഒറിജിനൽ ആയിട്ട് എന്റെ വീട്ടിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ തൂങ്ങി കിടക്കണ്ട. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഓൺ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഹൗസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് പർപ്പസ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഇപ്പൊ എംബ്രോയിഡറിയിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് നെയിം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാരിയില് നമ്മളൊരു കല്യാണത്തിന് ഒരു സാരി ഉടുക്കുമ്പോ പേര് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വേറെ എന്തെങ്കിലും പർപ്പസിന് ഒന്നും വേണ്ട. ഓഫീസിന്റെ ടേബിളിൽ ഇങ്ങനെ ഷീറ്റിംഗ് അല്ലേ, ഡെക്കോർ അതിലും സൂപ്പർ ആയിരിക്കും. അതിങ്ങനെ നിങ്ങളുടെ ഓഫീസിന്റെ പേരോ അങ്ങനെയൊക്കെ ഇവര് ചെയ്തു തരുന്നതായിരിക്കും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു പർപ്പസ്. അപ്പൊ ഇതും ഒക്കെ കാണിക്കുന്നത് വിത്ത് സാരി. ഇതിന്റെ സ്പെഷ്യാലിറ്റി ബ്ലൗസസ് മാം. ബ്ലൗസും ഫുൾ എംബ്രോയിഡറി. ഓ സെയിം ആ ഒരു ഇത് ഫാൻസി സാരി പോലെ തന്നെ അല്ലേ, എംബ്രോയിഡറി ചെയ്ത് വരും. നെക്കിന്റെ ബാക്ക് സൈഡിൽ ഫുൾ ഇങ്ങനെ സ്ലീവുക്കും ചെറിയൊരു കട്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ഡിസൈൻസ് കൂടി കുറഞ്ഞും നിൽക്കും. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസിനെയാണ് കാണിച്ചത്. ഇത് കസ്റ്റമർ റിക്വയർമെന്റ് ബേസ് പണി. ചില പേര് ലെസ് ഡിസൈൻ ഓക്കെ சொல்லுவாங்க, ചില പേര് நிறைய ഡിസൈൻ. ഓ അങ്ങനെ അനുസരിച്ചിട്ടാണ്. ഇത് ഓൾറെഡി ഒരു ഓർഡർ പീസ്. ഇത് அந்த ആന്റി வந்து கொஞ்சம் കമ്മിയാ വേணும்னு சொன்னாங்க, ലെസ് ഡിസൈൻ. അങ്ങനെ അപ്പൊ നമുക്ക് കൂടിയത് വേണമെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ടെന്ന് നമ്മുടെ ബഡ്ജറ്റ് പറയാ ഇന്ന ഡിസൈൻ വേണം. അപ്പൊ അവര് പറയാ എവിടെയൊക്കെ വെട്ടണ്ട, എവിടെയൊക്കെ ചുരുക്കണ്ട, എവിടെയൊക്കെ കൂട്ടണ്ട എന്നുള്ളത് അല്ലേ. അല്ല ചേച്ചിക്ക് നല്ല ചുമണ്ട് കുറെ നേരമായി. അടുത്തത് അതെന്ത് ഇതെല്ലാം സെയിം ഡിസൈൻസ് മാം. സെയിം ഡിസൈൻസ് തന്നെ, സെയിം പാറ്റേൺ, സെയിം മോഡൽ, എംബ്രോയിഡറി ഡിസൈൻ വർക്ക് ഒക്കെ ആയിട്ട്. ഞാൻ പിടിച്ചോളാം, പോയി ചുമച്ചിട്ട് വാ. ഫുൾ ഇങ്ങനെ എംബ്രോയിഡറിയുടെ വർക്ക് ഒക്കെ ആയിട്ട് സെയിം അല്ല, അതിന്റെ നമുക്ക് പല പല ഡിസൈൻസ് വരും. ഇതിലെ കളേഴ്സ് 7-8 കളേഴ്സ്. ഓക്കെ, ഉള്ളിലൊക്കെ ഫുൾ ഓവറോൾ ഉണ്ട് അല്ലേ, ഫുൾ ബോഡിയിൽ ഫുൾ വർക്ക് വരുന്നുണ്ട്. ഇത് അതിന്റെ ബ്ലൗസ് പീസ്. ബ്ലൗസിന്റെ ആൻഡ് നമുക്ക് ബാക്ക് സൈഡും അതുപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിൽ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ നമുക്കൊരു ഫാൻസി സാരി എന്നുള്ള രീതിയിൽ നമുക്ക് കൂട്ടാം. അപ്പൊ ആ ഒരു രീതിയിലുള്ള സാരീസ് ഉണ്ട്. പട്ട് സാരി താല്പര്യം ഇല്ല, നമുക്ക് ഇത് ഫാൻസി എന്ന് പറയുമ്പോ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാം. கொஞ்சம் டிசைனர் வேற மாதிரி இருக்கும். யங் பீப்புள் நிறைய பேர் இந்த மாதிரி வேணும்னு கேக்குறாங்க. അവർക്ക് വേണ്ടിട്ടല്ലേ. അപ്പൊ കല്യാണത്തിനുമായാലും ഇത് യൂസ് ചെയ്യാം, കല്യാണത്തിനായാലും ഇത് യൂസ് ചെയ്യാം, പിന്നീടും നമുക്ക് യൂസ് ചെയ്യാം. അത് ആ ഒരു ഫംഗ്ഷന് മാത്രമല്ല. അങ്ങനെ പിന്നെ കേരള സാരിന്റെ റിച്ച്നെസ്സും അതോടെ യൂണിക്നെസ്സും ഇന്ന മാതിരി കാണിക്കണം. അതെ, ഇതിലെല്ലാത്തിനും വിത്ത് ബ്ലൗസ് വർക്ക് ഉണ്ട് കേട്ടോ.
പിന്നെ ഈ ടിഷ്യൂല് തന്നെ 2-3 ക്വാളിറ്റി ഉണ്ട്. ടിഷ്യൂ മീൻസ് സോഫ്റ്റ്, ഹാർഡ്, അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ്. നിങ്ങൾക്ക് சாஃப்ட் ஆயிட்டு வேணும்னா நாங்க எக்ஸ்ட்ரா ஒரு ஃபினிஷிங் பண்ணி உங்களுக்கு கொடுத்துருவோம். அது ஃப்ளோயியா இருக்கும் நீங்க வேர் பண்ணும்போது. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ സ്റ്റൈൽ ഒന്ന്, இன்னொன்னு சாஃப்ட் ആയിട്ട്, ഒന്നുകൂടി ഫ്ലോയി ആയിട്ട്, இன்னுം கொஞ்சம் ஃப்ளோயியா വരും. 2 ഓപ്ഷൻ இருக்கு. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് ഫ്ലോയി ഇട്ടാ. ഓക്കെ മാം. ആ അതല്ല, എനിക്ക് ഫ്ലോയി ആണ് കൂടുതൽ താല്പര്യം, ഇങ്ങനെ സ്റ്റിപ്പ് ആയിട്ടുള്ളത് ഇഷ്ടമല്ല. അപ്പൊ ഇതും ഒരു ഫാൻസി ഡിസൈനർ. ഇതേപോലെ ഇപ്പൊ ഈ കളറിനൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പൊ ലെവൻഡർ കളറോ വേണോ, ചോക്ലേറ്റ് കളറോ, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവരുടെ തൊട്ടപ്പുറത്ത് ഈ ഒരു മാനുഫാക്ചറിങ്ങിന്റെ ഈ ഒരു സംഭവം കാണുമ്പോൾ ഇതിലും ഇതുപോലെ തന്നെ ആ ഒരു ബ്ലൗസിന്റെ സെയിം ആ ഒരു സിസ്റ്റം തന്നെയാട്ടോ. ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാലേ, ഈ ഒരു സംഭവത്തില് ഇത് മുന്താണില്ലേ, ഇതില് 1 സൈഡ് ബോർഡർ കുറവും ഈ സൈഡ് കുത്തണ ഭാഗം. അപ്പൊ ഈ സൈഡിൽ വലിയ ഇതില്ല. ഇവിടെ ആണെങ്കിൽ ഫുൾ ഓവറോൾ ഇങ്ങനെ നമുക്ക് നല്ല വർക്കോട് കൂടി ഈ അടിവശമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ തന്നെ വർക്ക് ഇങ്ങനെ കൂട്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഫുൾ നമുക്ക് എംബ്രോയിഡറിയുടെ അത് അവിടെ വെച്ചോ. പിന്നീട് മടക്കാൻ വേറെ ടീം ഇരിക്കുന്നത്, അവർക്ക് പണി കൊടുക്കണം നമുക്ക് അല്ലെ. ഇനി ഇതും സെയിം തന്നെയല്ലേ ഇത്? ഇതാദ്യം ഒപ്പം ചെയ്യാം കേട്ടോ. അതന്നെ സെയിം ഓൾമോസ്റ്റ് ഒരു എംബ്രോയിഡറിയുടെ ആ ഒരു ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. വേറെ ഡിസൈൻസ് പാറ്റേൺസ് நிறைய 100+ ഡിസൈൻസ് എവറി മന്ത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് 1-2 ഒതുക്കാൻ പറ്റില്ല. ഇത് ഫ്രഷ് കളക്ഷൻ, ഉള്ളില് ഇതുപോലെ ഫുൾ വർക്ക്. അപ്പൊ ഇത് ഫ്ലീറ്റിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാലും അത്യാവശ്യം കാണാനും ഉണ്ട്. പിന്നെ കളർ നന്നായിട്ടുണ്ട് അല്ലെ, ആ ഒരു ക്രിസ്മസിന്റെ ആ ഒരു അല്ലേ. ഇപ്പഴാണോ വന്നത്? നെക്സ്റ്റ് വീക്ക് വി ആർ ലോഞ്ചിങ് മോർ ക്രിസ്മസ് എക്സ്ക്ലൂസീവ് കളക്ഷൻ. ഓ, ഷർട്ട്, സാരി, ഇത് മാതിരി കുർത്ത, ഓൺലി ക്രിസ്മസ് ബേസ്ഡ് തീംസ്. ഫുൾ ഇതില് റെഡ് കളറിന്റെ ക്രിസ്മസ് ഡെക്കേഴ്സ്, ക്രിസാന്റ, അപ്പൊ ഞാൻ അടുത്ത ആഴ്ച വന്നാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ നൂലാടെ വെബ്സൈറ്റിൽ എല്ലാം അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണണമെങ്കിൽ നൂലാടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചിട്ട് MK ദേവി യെസ് പഠിച്ചു കീർത്തിയല്ല ദേവി കുട്ടി, എന്റെ ദേവി കുട്ടി എവിടെയാ, അങ്ങനെ ഒന്ന് വിളിച്ചാ മതി ഇങ്ങനെ അല്ലേ. ഇനി അതും പറഞ്ഞ് കളിയാക്കിയതല്ല കേട്ടാ, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണത് അവരെ. നോക്കിയേ, ഇതും എംബ്രോയിഡറിയില് കളക്ഷൻ. അതെ, നല്ല മോർണിംഗ് ഇറ്റ് കെയിം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലവർ ഒക്കെ ശരിക്കും ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് എടുത്തത് നേരിട്ട് കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട്. അത് ഉടുക്കുമ്പോ എത്രത്തോളം എഫക്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല എലഗന്റ് സൂപ്പർ. ഇത് സത്യമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഇത് ഈ കളറിന്റെ ആണോ എന്താണെന്ന് അറിയില്ല. ഇതിന് വേറെ കളർ വന്നാൽ ചിലപ്പോ ഇതിന്റെ ഭംഗി ചിലപ്പോ പോയി നിൽക്കും, പക്ഷെ ഇത് കളർ കോമ്പിനേഷൻ സൂപ്പർ അല്ലേ, സൂപ്പർ കോമ്പിനേഷൻ. അങ്ങനെ എന്തായാലും മടക്കാൻ പണിയായി. പിന്നെ ഇനി ഉള്ളത് കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻ, കുറച്ച് ഫ്രഷ് പീസ് അല്ലേ. ഇതൊരു ന്യൂ ഡിസൈൻ. ആദ്യം ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കാണിക്കട്ടെ. എന്താ നോക്ക്, കിളികൾ ഇങ്ങനെ കൂട്ടിലിരിക്കുന്നു. ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ലുക്ക് നമുക്ക് നോക്കാം. ഞാനും ഫസ്റ്റ് ടൈമാണ് തുറന്നു നോക്കണത്. ഇതിന്റെ ലുക്ക് നമുക്ക് നോക്കാം അല്ലെ. ഓരോ എങ്ങനെയൊക്കെയാ തുറക്കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് അടിവശം ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നത്. കുത്തണ ഭാഗത്ത് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇത് ത്രെഡ് വർക്ക് ആട്ടോ, ഫുൾ സിംഗിൾ പ്ലേറ്റ് ആയിട്ട് വരുമ്പോ സൂപ്പർ. ഫുൾ ത്രെഡ് വർക്ക്. ഇനി ഇതിന്റെ മുന്താണി വരുമ്പോ സെയിം റണ്ണിങ്. ഓക്കെ, മുന്താണിക്ക് അങ്ങനെ സ്പെഷ്യാലിറ്റി ഇല്ല. പക്ഷെ അതിന്റെ ആ ഒരു അടിയിലത്തെ ആ ഒരു വർക്ക്, കിളികൾ കൂട്ടില്. പക്ഷെ നമ്മൾ കൂട്ടിലിരിക്കേണ്ടതല്ല, നമ്മൾ പറന്ന് നടക്കുന്ന ആൾക്കാരെ അല്ലേ. നമുക്ക് പറന്ന് നടന്നാ മതി. ഇത് മടക്കാനായിട്ട് ഇതും എംബ്രോയിഡറി, ഇത് ടിഷ്യൂലാന്ന് തോന്നുന്നു. ടിഷ്യൂ മാം, ഇത് கொஞ்சம் ഫ്രഷ് കളക്ഷൻസ്, നോട്ട് ബ്രൈഡൽ ബട്ട് ഡെയിലി പാർട്ടി വെയർ ആണ്. ഓക്കെ, പാർട്ടി വെയർ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണ പെണ്ണ് ഇപ്പൊ ഒരു 1 വീക്ക് 2 വീക്കിനൊക്കെ ഇങ്ങനെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോവില്ലേ, അപ്പോഴും ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് യൂസ് ചെയ്യണമല്ലോ, ഫ്രഷ് ആയിരിക്കും. അതെ. അപ്പൊ ഇത് ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ. ഈ ഫുൾ എംബ്രോയിഡറിയിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇതിന് മുന്താണി പോർഷനിലും പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഒരു സംഭവം തന്നെ ഫുൾ എംബ്രോയിഡറിയിൽ വരുന്ന വർക്ക് കേട്ടോ. ഇതിൽ തന്നെ കളർ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ അല്ലേ. ഇത് ഇതിന്റെ ഡിഫറെന്റ് കളർ. ഇപ്പൊ ഓക്കെ, ഇത് അതിന്റെ ഇത് ടിഷ്യൂ, അത് കോട്ടൺ. ഓക്കെ, കോട്ടനും
ടിഷ്യൂ. Tissue. പക്ഷെ കുറച്ചുകൂടി റോയൽ അല്ലെങ്കിൽ ലുക്ക് ടിഷ്യൂലാണ് Tissue, ഫീൽ ചെയ്യില്ല അതെ, അല്ലേ? അതെ. കോട്ടൺ ആകുമ്പോ അത്ര അങ്ങോട്ട് ഇത് വരില്ല. ബട്ട് ബ്രീത്തബിൾ இருக்கும் காட்டன் ഈസി ഫോർ ദ സമ്മർ. ഓ അതിനാണ് കോട്ടൺ കൂടുതൽ. കോട്ടൺ ബേസ് പണി പോയി. ഓക്കെ, കുറച്ചുകൂടി ഫംഗ്ഷന് വേറെ ആണെങ്കിൽ ടിഷ്യൂ tissue പോയി. യൂസ് ചെയ്യാം. ഇത് നോക്കിയേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഈ കോട്ടനും ടിഷ്യൂം തമ്മിൽ അത് എന്താ വ്യത്യാസം നമ്മൾ യൂസ് ചെയ്യണില്ലേ? അതാണ് ഇപ്പൊ കോട്ടൺ ഇത് കോട്ടൺ. അപ്പൊ കോട്ടൺ ബ്രീത്തബിൾ ആണ്, ഡെയിലി വെയർക്ക് ഈസിயா இருக்கும். ഈസി ആയിരിക്കും. ഫുൾ ടൈം 24 hours wear பண்ணாலும் நம்ம ഇന്ത്യൻ വെതർക്ക് ഇറ്റ് ഈസ് വെരി സൂട്ടബിൾ. ഓക്കെ, അങ്ങനെ ദാ ഇതും ആ ഒരു എംബ്രോയിഡറിയിൽ തന്നെ കേട്ടോ, ഫുൾ ഓവറോൾ എംബ്രോയിഡറിയുടെ വർക്ക് വന്നിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിലും ഉള്ളിലും ഫുൾ റണ്ണിങ് ആണ്. റണ്ണിങ് മാം, ഫുൾ റണ്ണിങ്. അപ്പൊ ബ്ലൗസ് വരുമ്പോ നോർമൽ ആയിരിക്കും അല്ലേ? ലാസ്റ്റ് വീഡിയോ ഇതിന്റെ പിങ്ക് വേർഷൻ നമ്മ കാണിച്ചു കസ്റ്റമർക്ക്. അതിക്ക് ഭയങ്കര റെസ്പോൺസ്. സോ അതിന്റെ ഗ്രീൻ കളർ ഇറക്കിയതാണ് അല്ലേ? ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു കസ്റ്റമർ தான் ഗ്രീൻ കേട്ടാங்க after seeing pink color. So we made in green and that also. അപ്പൊ ആ ഒരു ആൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയ ഗ്രീൻ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളത് സ്ഥിരാക്കിയത് ഞങ്ങളിവിടെ അല്ലേ? ഞങ്ങളത് സ്റ്റാൻഡേർഡ് ആക്കി. ഞങ്ങളത് സ്ഥിരം സ്റ്റാൻഡേർഡ്. ആ ഒരു കസ്റ്റമറിനോട് താങ്ക് യു പറയണ്ടേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ കസ്റ്റമേഴ്സ് ഓഫ് ലൈഫ്. പിന്നെ കസ്റ്റമേഴ്സിന്റെ ഓരോരോ ടിപ്സുകളും അവരുടെ കുറച്ചൊക്കെ കാര്യങ്ങളും കേട്ടറിഞ്ഞിട്ടും കുറെ ന്യൂ ഡിസൈൻസ് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും അല്ലേ? അവരുടെ ഫീഡ്ബാക്സും അവരുടെ ഇൻപുട്സ് ആൻഡ് തോട്ട്സ് தான் ഇവിടെ ഡിസൈൻസ് കൺവേർട്ട് ആകും. ചില പേര് ചിലത് വേണ്ട കാശ് നമുക്ക് തരണ്ട ഇവര്. ഇനി അടുത്തത് കളക്ഷൻ നോക്കുകയാണെങ്കിൽ അടുത്തത് കോട്ടണില് കൊഞ്ചം ഡിസൈൻ. ചേച്ചി ഇതൊക്കെ അങ്ങോട്ട് വെക്കോ? ചേച്ചി ചുമച്ച് വന്നു, ചുമ തുടങ്ങിട്ടല്ലേ? ഓക്കെ, അടുത്തത് നമുക്ക് ചെക്ക് എന്ന് പറയുമ്പോ ചെട്ടിനാടാ. ചെക്സ് മാം. ഇതെല്ലാം ഒറിജിനൽ കസവില് വര ഐറ്റംസ്. ഈ ഒറിജിനൽ കസവില് വര സാരീസ്. ഈ കസവ് ജസ്റ്റ് ഫോർ an idea, for a simple function, simple family function, இந்த மாதிரி ഒറിജിനൽ കസവ് ബേസ് பண்ணி. ഓക്കെ, അപ്പൊ ഇത് ഓവറോൾ ഫുള്ളി ഈ ഒരു ചെക്ക് തന്നെയാ? ഫുള്ളി ചെക്ക്. ഇതിൽ 7 കളേഴ്സ് വരും. ഓക്കെ, ഓവറോൾ ഇത് തന്നെയല്ലേ ചെക്ക്? 7 കളേഴ്സ്. ഓക്കെ, 7 കളേഴ്സ് വിത്ത് കുഞ്ചലം. ബ്ലൗസും ഉണ്ട്. സിമ്പിൾ ആണ്, കുറച്ചുകൂടി എന്താ പറയാ, നമുക്ക് ഓഫീസ് വെയർ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ കളറ് നിങ്ങൾ ശ്രദ്ധിച്ചാ അറിയാൻ പറ്റും, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡില്. അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഇവര് റിസ്ക് എടുത്ത് അത് ചെയ്തു അല്ലെ? പ്യുവർ കസവ്. ഓക്കെ, ആ കസവ് നമുക്ക് രണ്ടും ഇവര് പറയാണ്ട് തന്നെ നമുക്ക് അതൊരു പിടുത്തം കിട്ടൂട്ടോ. അത് നോർമൽ കസവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഇതാവുമ്പോ കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് പ്യുവർ. ഇതാകുമ്പോ കുറെ നാൾ ഈട് നിൽക്കും. പിന്നെ ഇതൊക്കെ നമ്മള് വിറ്റ് കഴിഞ്ഞാലും കാശാ. അതെ അതെ, സിൽവർ. കണ്ട, ഇത് വിറ്റ കാശാണ്. അതാണ് നമ്മള് മേടിക്കാൻ മാത്രല്ല, അപ്പൊ അതിനനുസരിച്ചിട്ടുണ്ടാവും. இதெல்லாம் கொஞ்சம் fresh collections. Okay, with stripes and stripe handloom based powerloom replica. Okay, handloom പോലെ തോന്നിക്കും, പക്ഷേ ഇത് powerloom. അതാണ് അതിന്റെ മാറ്റം വരുന്നത്. ഇതും ഒറിജിനൽ കസവ്. ഇതിന്റെ മെയിൻ ഇത് വരുന്നത് ഈ ഒരു പോർഷൻ. ഇതിലും 7-8 കളേഴ്സ് വരും. 7-8 കളേഴ്സ്. ചുമ്മാ I'll just show the colors. Coffee brown. പക്ഷെ ഏത് കളർ ആയാലും നല്ല ഭംഗിയാട്ടാ. ഈ ഒരു സ്ട്രൈപ്പിന് വരുമ്പോഴേ ഏത് കളർ ആയാലും അതിന്റെ ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ഒറിജിനൽ കസവാണല്ലോ. പിന്നെ മേടിച്ചാലും കാശ്, കൊടുത്താലും കാശ്, കൊടുത്താലും കാശ് എന്ന് പറഞ്ഞ കാര്യ. എല്ലാത്തിനും കാശിന്റെ കാശ്. ഓക്കെ, എന്തായാലും ഇത് വർത്തിയാണ്. ഫോർ ദ മണി ഓൾവേസ്. ഈ ഒരു സംഭവം വാല്യൂ ഫോർ മണിയാണ്. ഞാൻ മടക്കി പഠിപ്പിക്കാൻ നമ്മുടെ ഫോൾഡിംഗ് ഒന്നും ഇവർക്ക് പറ്റൂലെന്ന്. ഇത് കോട്ടൺ മാം. ഇത് ഒറിജിനൽ കസവ് സിൽവറില്. ഇതിങ്ങനെ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക്, വൺ സൈഡ് ഇങ്ങനെ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കസവ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ പറയണ സിൽവർ അല്ലേ? ഒറിജിനൽ സിൽവർ. കറക്റ്റ് എങ്ങനെയത് മനസ്സിലാക്കാം. സിൽവർ കണ്ട എനിക്ക് അറിയില്ല, പക്ഷെ ഗോൾഡ് കണ്ട ഞാൻ അപ്പ പിടിക്കും. ഗോൾഡിനാണുള്ള കാശ് കൂടുതൽ, സിൽവറിന്റെ കാശ് കുറവാണല്ലോ. അതിലും സിൽവർ അതാണ്, പക്ഷെ അത് ഗോൾഡ് കളർ വരുന്നത് സ്പെഷ്യൽ പ്രോസസിങ്. ബട്ട് അത് ഉരുക്കണ സിൽവർ தான் വരും, ഗോൾഡ് വരില്ല. സിൽവർ വരും. ടെക്നിക്കൽ പിടിച്ചൂട്ടാ. അപ്പൊ സ്വർണം കണ്ടാലും കണ്ണ് മഞ്ഞളിക്കണ്ടാന്ന്, ഇതിലും കിട്ടുന്നത് സിൽവർ. യെസ്,
അതാണ് ആ ഈ പഴയ സാരി മേടിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് കൊടുത്ത കാശ് കിട്ടും, ഒക്കട കിട്ടും. ഓക്കെ, ഇത് കോട്ടൺ അല്ലേ? കോട്ടൺ. ഓക്കെ, இதெல்லாம் வந்து கொஞ்சம் ஸ்பெஷல் குவாலிட்டி ஆஃப் காட்டன் மேம். ഞാനത് ഫീൽ ചെയ്തു. നമ്മള് നോർമൽ നേരത്തെ കണ്ട ക്വാളിറ്റി അല്ല, നേരത്തെ കണ്ടത് കിട്ടുള്ളൂ ഇല്ലേ? നേരത്തെ കണ്ട ക്വാളിറ്റി അല്ല ഈ ക്വാളിറ്റിക്ക്. അപ്പൊ കോട്ടണിലായാലും ടിഷ്യൂലായാലും 2-3 ക്വാളിറ്റി ഉണ്ട്. ദിസ് ഇസ് മോർ ബ്രീത്തബിൾ ആൻഡ് ഇറ്റ് ഇസ് മോർ കംഫർട്ടബിൾ ടു വെയർ. അപ്പൊ ഒരു ഹാൻഡ്ലൂമിന്റെ ആ ഒരു ടച്ചിലേക്ക് എത്തും, പക്ഷെ അവിടെ വരെ എത്തില്ല, എന്നാലും ആ ഒരു ക്വാളിറ്റി വരെയൊക്കെ കിട്ടും. After if you wash also it will be more soft ആയിട്ട് ഒരു മൽമൽ കോട്ടൺ. We feel very cool to wear. കൂൾ. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് ഡിസൈൻസ്, കളേഴ്സ്. ഓക്കെ, സെയിം ആ ഒരു കോട്ടൺ, എന്താ പറയാ, നല്ല കോട്ടണിൽ ചെയ്തിട്ടുള്ള കുറെ എംബ്രോയിഡറിയുടെ വർക്കുകളാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അപ്പൊ ഇതിന്റെ കുറെ ഡിസൈൻസ് നമുക്കൊക്കെ കാണാൻ. ജസ്റ്റ് ഒന്ന് വെച്ച് ആ വെക്കുമ്പോ തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടോ? ആക്ച്വലി സെയിം ഇത് കണ്ട ഞാൻ വെറുതെ വെക്കാൻ പറഞ്ഞ സത്യം. ഇത് ബ്ലൗസും സാരിയും പോലെ ആയില്ല. ഇത് സെയിം ഡിസൈൻ തന്നെ അല്ലേ? അപ്പൊ ഇതുകൊണ്ടാണ് இது ஆக்சுவலி ஒரு ஆர்டர் வந்தது. மதருக்கு சாரி, டாட்டருக்கு வந்து இது டாட்டர். ഓ മദർ ഡോട്ടർ കോംബോ. അപ്പൊ ഇത് മദർ ഡോട്ടർ കോംബോ ആക്കി ചെയ്ത. അപ്പൊ വലിയവർക്കാണെങ്കിൽ ഇതുപോലെ ചുടിദാർ இது வந்து கீழ ஸ்டிட்ச் போட்டுருக்கு. அது ஃப்ரில்காக അവിടെ പോയി കസ്റ്റമർ അത് പിരിച്ചുക്കും. ഓ ഓക്കെ. ഫ്രഷ് പീസ് ആണ്. അത് അവിടെ വന്നാ നല്ല ഫ്ലോയിയാ വരും. ഉടുക്കണ സമയത്ത് അത് പൊളിച്ചാ മതി. അതെ, ഓക്കെ. ഞാൻ വെറുതെ പറഞ്ഞപ്പോ അത് കറക്റ്റ് ആയി പോയില്ലേ? എന്താ എന്റെ മൈൻഡ് നോക്ക്. ഓ അടിപൊളി, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ തന്നെ സെയിം ഡിസൈൻ ചേഞ്ച് பண்ணி കളർ மட்டும் ഡിഫറെന്റ്, അതിന്റെ തന്നെ ഡിഫറെന്റ് കളർ. ഇതാണ് ഇതിന്റെ ഡിഫറെന്റ് കളർ. ആ കളേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഓൾമോസ്റ്റ് 4 to 5 കളേഴ്സ് എന്തായാലും ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് മാം. പിന്നെ നീங்க എന്ത് കളർ വേണമെന്നാലും എനി കളർ വി ക്യാൻ ബ്രിങ്. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് வந்து கொஞ்சம் ആരി വർക്ക് பண்ண സാരീസ് മാം. ആരി വർക്ക് അതും നമ്മള് ലാസ്റ്റ് ടൈം ഒക്കെ കുറെ കാണിച്ചിരുന്നു. അതിനിപ്പോ പുതിയ മോഡൽസ് തുടങ്ങി. ഇതാകുമ്പോ കുറച്ചുകൂടി ഇതിൽ ഹെവി ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പിടിക്കുമ്പോ. കാരണം ആ വർക്ക് ഇതൊക്കെ ബീഡ് വർക്ക് ആണല്ലോ, ഹാൻഡ് വർക്ക് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ട്. അപ്പൊ ഒറിജിനൽ ആണെന്ന് അർത്ഥം. മറ്റേ പ്ലാസ്റ്റിക് അല്ല യൂസ് ചെയ്യണത്. പ്ലാസ്റ്റിക് ആകുമ്പോ വെയിറ്റ്ലെസ് ആവും. മാച്ചിങ് ബ്ലൗസ്. ഇതിൽ ഓൾറെഡി ബ്ലൗസ് ഉണ്ടോ? ബ്ലൗസ് ഉണ്ട്, വേണമെങ്കിൽ എക്സ്ട്രാ പണി അതില് മാച്ചിങ് ഡിസൈൻ മറ്റും പണി. ഓക്കെ. പിന്നെ കളർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇതില് ബ്ലൗസ് ഏത് മെറ്റീരിയൽ വേണം അത് വേണമെങ്കിൽ നമുക്ക് അതും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ കുറച്ച് ഡിസൈൻ ടിഷ്യൂല് പണിയിരിക്കുന്നത്. ഇത് അതേമാതിരി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇത് വന്ന് ഇവിടെ വരും. സിംഗിൾ പ്ലീറ്റ് വിടുമ്പോൾ ഈ പോർഷനിൽ ഇങ്ങനെ. അതെ കറക്റ്റ്. ഇങ്ങനെ ഉടുക്കുമ്പോ ഈ പോർഷനിൽ ഇങ്ങനെ വർക്ക് വരും. അതുപോലെ തന്നെ ഈ ഒരു മുന്താണിയുടെ ഈ പോർഷനിലും ഇതുപോലെ വർക്ക് വരും കേട്ടോ. உங்களுக்கு ഫുൾ ബോഡി വേണമെന്നാലും പണിക്കൊടുക്കും. ഫുൾ ബോഡി വേണം. അപ്പൊ അതിനനുസരിച്ച് റേറ്റ് കുറച്ച് 10,000 20,000 30,000 എவ்வளவு വേണമെന്നാലും പണിக்கலாம். 1 lakh വരെയുള്ള ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ നമ്മള് റെഡി. ഓക്കെ, അതിന്റെ ബ്ലൗസ് നോക്കട്ടെ. ഇത് ബ്ലൗസ്, മാച്ചിങ് ബ്ലൗസ്. ഡിസൈൻ மட்டும் മാച്ച് பண்ணிடுங்க. ഡിസൈൻ അതുപോലെ ഈ തുണിക്കും നല്ല ക്വാളിറ്റി. റോ സിൽക്ക് ആണ്. തുണിക്ക് ക്വാളിറ്റി ഉണ്ട്. മറ്റേ നോർമൽ ചിലത് വെറുതെ ഉള്ള ക്വാളിറ്റി അല്ല, ഇത് മാറ്റമുണ്ട് ഈ ക്വാളിറ്റിക്ക്. ഇത് വേറെ പണതാ ഒരു പ്രീമിയം ഫീൽ. മറ്റേത് ഒരു സിൽക്ക് പോലെ ഇങ്ങനെ പിന്നണ ടൈപ്പ് തുണിയാണ് സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് റോ സിൽക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഇനി കൂടുതൽ പറയാം. അതിൽ நிறைய ഡിസൈൻസ് കളക്ഷൻസ് நிறைய இருக்கு. ഓക്കേ, ഒരു സാമ്പിൾക്കാக കാണിക്കാം. വർക്ക് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? ന്യൂ ഡിസൈൻ ഒരു ജസ്റ്റ് ഇനി കുറച്ച് കളക്ഷൻസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടിട്ട്. ഇത് മ്യൂറൽ അല്ലല്ലോ, ഡിജിറ്റൽ. ഇത് ഷേപ്സില് വരും. ഡിജിറ്റലില് സ്ട്രൈപ്സില് വരും. ഓക്കെ. പിന്നെ ഇതിപ്പോ നമുക്ക് നേരിട്ട് തന്നെ വന്നിട്ട് ഇതുപോലെ റാക്കിൽ നിന്ന് ഇങ്ങനെ എത്ര പീസ് വേണമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ கொஞ்சம் ന്യൂ ഡിസൈൻസ്. பல்லுல மட்டும் இந்த மாதிரி வரும். பாடி வந்து இந்த மாதிரி plain வரும். நிறைய ബോഡി പ്ലെയിൻ അല്ല, ഫുൾ ഇങ്ങനെ ലൈൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഭയങ്കര വെരി ലൈറ്റ് വെയിറ്റ് സോഫ്റ്റ് മെറ്റീരിയൽ. പിന്നെ ഗ്രീൻ, റെഡ്, മറൂൺ, പിങ്ക് എന്നൊക്കെ പറയുമ്പോ നമ്മള് കളേഴ്സ് ഇருக்கு. അവിടെ ഉണ്ട് മെറൂൺ, ബ്ലാക്ക്, நிறைய കളേഴ്സ് ഇருக்கு. ബ്ലാക്ക് ഒന്ന് കാണിച്ചേ. ബ്ലാക്ക് കേട്ടോ, ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ.
ഇത് വേണം. Okay. ഡിജിറ്റലിലുണ്ട്, എംബ്രോയിഡറിയിലും ഉണ്ട്, മ്യൂറലിലുണ്ട്, പിന്നെ ഇത് എംബ്രോയിഡറിയില്. இல்ல மேம் இது எல்லாமே பிரிண்டிங். പ്രിന്റ്. ടിഷ്യൂல வேற வேற டிசைன்ஸ் பேட்டர்ன்ஸ் ഓക്കെ. வர மாதிரி. ഈ പ്രിന്റ് വാഷ് ചെയ്താ no ആകാം. 10 washes guarantee. ഗ്യാരണ്ടി. ഓക്കെ. 10 വർഷം കഴിയുമ്പോഴേക്കും 10 പ്രാവശ്യം കൊടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് തന്നെ ഒരു മടിപ്പ് വരും. പിന്നെ അടുത്ത ഡിസൈൻ പുതിയതിലേക്ക് തപ്പില്ലേ, അതെ മാം. പുതിയ ഡിസൈൻ നമ്മൾ തേടി പോവും. And also tissue வந்து if you don't wash in water it is better, you get that shine always. ഓ അതെ. അപ്പൊ സാരി ഉടുക്ക, കാറ്റ് കൊളിക്കാൻ, വീണ്ടും ആൽമരിയിൽ இல்ல dry clean ആ best. അതാ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാം. പിന്നെ ഈ കാണുന്നതൊക്കെ ഡിസൈൻസ് எல்லா കാര്യങ്ങളൊക്കെയാണ്. designs இதெல்லாம் கொஞ்சம் new designs. ഡിജിറ്റൽ cotton checks and prints இப்படி. ഇത് ഫുൾ ഇങ്ങനെ ഡിജിറ്റൽ കേട്ടോ. ഇതിനൊക്കെ വേറെ വേറെ കളേഴ്സും ഡിസൈൻസും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ കാണുന്ന റാക്കില് നിറവ് നിങ്ങൾക്ക് പല മോഡൽസിലായിട്ടായിരിക്കും കാണാം. കോട്ടന്റെ ഉണ്ട്, ടിഷ്യൂലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നേരിട്ട് വന്ന് ചൂസ് ചെയ്ത ഒരു എനിക്ക് തോന്നുന്ന ഒരു 1500+ ഡിസൈൻസ് തന്നെ ഇവിടെ അതെ കാണാം മാം. അല്ലേ? അതെ മാം, exactly. അത്രയും അധികം കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ പോസിബിൾ അല്ല. അല്ല സെയിം. ഇത് ഡിജിറ്റൽ പ്രിന്റ്. ഓ അല്ല ന്യൂ ഡിസൈൻസ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഡിജിറ്റലാ. അതിലെ ബ്ലൗസും പ്രിന്റോടെ വന്നിരുന്നു. പ്രിന്റഡ് ബ്ലൗസ്. ഡിജിറ്റൽ എന്ന് പറയുമ്പോ ഒരു ഇപ്പോഴല്ല, കുറെ നാളായി അതൊരു ട്രെൻഡ് ആയിട്ട് നിൽക്കണം. പക്ഷെ അത് പോയിട്ടില്ല ആ ട്രെൻഡ്. பட் அதுல டிசைன்ஸ் நிறைய வந்து நம்ம നല്ല നല്ല ലോട്ടസിന്റെ ഒക്കെ അല്ലേ? ഇത് ലോട്ടസ് ഡിജിറ്റലില് ഇത് ഓവറോൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അല്ലേ? അതെ മാം. അത് അങ്ങനെ തന്നെ മടക്കാല്ലേ? ഇനി മടക്കണം. അതെ. പിന്നെ നമുക്ക് സെറ്റ് മുണ്ടിന്റെ ഭാഗം, സെറ്റും ഉണ്ട് അന്ത സൈഡിൽ സൈഡ്. പിന്നെ ഈ പ്ലെയിന് വേണമെന്ന് പറയാ, വേറെ വർക്കൊന്നും വേണ്ട. നമുക്ക് പ്ലെയിൻ കസവില് നമ്മൾ നേരത്തെ ആ ഒരു ടെമ്പിളിന്റെ ഡിസൈൻ കണ്ടു, അതുപോലെ തന്നെ. പക്ഷെ അതിന് കുറച്ചുകൂടി ചെറിയ റേഞ്ച്, കുറച്ച് റേഞ്ച് അല്ലേ? അതെ. ഇങ്ങനെയാണ് ടെമ്പിളിന്റെ. ശരിക്കും പിടിച്ചേ ഇങ്ങനെയാ ഡിസൈൻ. ആ ടെമ്പിളിന്റെ ഇത്രയും വലിയൊരു ബോർഡർ വർക്ക് വരുന്നത് കേട്ടോ. അപ്പൊ നേരത്തെ കണ്ടത് അത് ബ്രൈഡലിന്റെ ആയിരുന്നു. ഇത് അതിന്റെ കുറച്ചുകൂടി രണ്ടാമത്തെ ഇതില് വരുന്നത്. ക്വാളിറ്റിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ. ക്വാളിറ്റി എന്ന് പറയുമ്പോ എപ്പോഴും നല്ല ക്വാളിറ്റിയാ വെക്കുന്നത് തോന്നുന്നുണ്ട് അല്ലേ ഇവിടെ മെയിൻ ആയിട്ട്? இதெல்லாம் கொஞ்சம் டிஷ்யூ தான், பட் இதுல கொஞ்சம் நியூ கலர்ஸ், பேஸ்டல் கலர்ஸ் போட்டு കളേഴ്സ് കേട്ടോ. ഇങ്ങനെ കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്, അതിലൊന്നും പറയാനായിട്ട് ഒരു ഡൗട്ടും ഇല്ല. நிறைய டிசைன்ஸ் നിറയെ ഉണ്ട്. എവിടെ നിന്ന് എടുത്ത് കാണിക്കുമ്പോ അതിന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. செட் முண்டு பாத்துறீங்களா? സെറ്റ് മുണ്ട് ഏത് സൈഡാ? செட் முண்டு இந்த மாதிரி இப்ப நியூ எம்ப்ராய்டரிங், இது சாம்பிள் ஸ்டேஜ்ல இருந்து. இதெல்லாம் செட் முண்டு பட் எம்ப்ராய்டரி. ഓ ഓക്കെ ഓക്കെ. സെറ്റ് മുണ്ടാണ് വരുന്നത്. എംബ്രോയിഡറി സെറ്റ് മുണ്ട്. ഇതിങ്ങനെയായിരിക്കും ഉടുത്ത് വരുമ്പോ കസവും ഉണ്ടാവും, എന്നാ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗും ഉണ്ടാവും. എംബ്രോയിഡറിയുടെ ഒരുപാട് വർക്ക് ഉണ്ടല്ലേ? കൊറേ ഉണ്ട്. നിറയെ ഇത് എല്ലാമേ സെറ്റ് മുണ്ട് എംബ്രോയിഡറി. അതില് പിങ്ക് സാരി ഉണ്ട്, ടിഷ്യൂലും ഉണ്ട്, പിന്നെ സിൽവർ. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്നും പോയിട്ടില്ല. പിന്നെ ധോത്തീസ് ഉണ്ട് കാണിക്കാൻ. ഇതൊക്കെ സമയം ഇപ്പൊ മേലെ പോയില്ല. ഇതൊക്കെ എന്താ പറയാ, സെറ്റ് മുണ്ടിന്റെ ഒരു സെക്ഷൻ ആണ് ഈ ഫുൾ. അപ്പൊ സെറ്റ് മുണ്ടിലും സെയിം നമ്മൾ സെറ്റ് സാരി കാണിച്ച ആ ഒരു ഇതുപോലെ തന്നെ നമുക്ക് ഇനി ധോത്തിയുടെ സെക്ഷനിൽ പോവാം. ഇനി മുണ്ടിന്റെ സെക്ഷൻ അല്ലേ? ഇതൊരു ഡിഫറെന്റ് ഇതല്ല നേരത്തെ നമ്മൾ കാണിച്ച ബ്രദർ. ആ ബ്രദർ, ഈ ബ്രദർ, ഓൺലി വൺ ബ്രദർ. അപ്പൊ ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്നത് ബ്രദർ പറയില്ലേ? ബ്രദറുടെ പേര് മിഥുൻ. മിഥുൻ പറയില്ലേ ഇവിടുത്തെ ഡീറ്റെയിൽസ്? പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇത് വർക്ക് ഇത് സിസ്റ്റർ പണ്ണതാണ്, ഹാൻഡ് വർക്ക്. അപ്പൊ ഇതുപോലെ ഷർട്ടിലും ഇതുപോലെ തന്നെ വർക്കും നമുക്ക് ചെയ്യാം. അതുപോലെ മുണ്ടിലും, നേരത്തെ മുണ്ടിലൊക്കെ ചെയ്തത്. ഇനി ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് പറയേ. ഇത് വെഡിങ് കളക്ഷൻ, നല്ല പ്രീമിയം ജക്കാർഡ്. ജരി வந்து നല്ല പ്യൂർ ജരി. ഇത് നമ്മളെ ഒറിജിനൽ ജറി അല്ലേ? നമ്മൾ നേരത്തെ കണ്ടത് സെയിം ആ ഒരു വർക്കില് തന്നെ. അപ്പൊ ഇതിന്റെ കളേഴ്സും ഡിസൈൻസും ഒക്കെ ഒരുപാടുണ്ട്. ജസ്റ്റ് ഹിന്റ് കാണിക്കുന്നു, ഇത്രയുണ്ട്. ഇതൊക്കെ ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഓ കസവ് മാത്രമായിട്ടുള്ള ഒരു ഈ തുണിയൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ, നല്ല ക്വാളിറ്റി അല്ലേ? ഓക്കെ. ഇവിടെ ധോത്തിയില് നമുക്ക് 100 കൗണ്ട് കോട്ടണിൽ വരുന്നത്. പിന്നെ ഇതിന് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും?
இது நம்ம ஸ்டார்டிங் ரேட் தோத்தீஸ் ഓവറോൾ வந்து பாத்தீங்கன்னா 160 ல இருந்தே ஸ்டார்டிங் இருக்கு. 160 തൊട്ട് നമുക്ക് നോർമൽ ദോത്തീസിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ 160 നോർമൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അതിങ്ങനെ കയറി പോവും. പക്ഷെ നമുക്ക് പുറത്ത് കടയിൽ നിന്ന് ആ റേറ്റിന് കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു 500 രൂപ റേറ്റിന്റെ മതിപ്പ് ഉണ്ടാവും. അപ്പൊ അത് നോക്കി എടുക്കാം. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയേ, ഈ കാണുന്നത് ഇതിൽ ഒരുപാട് കരകളുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള പേസ്റ്റൽ ഷെയ്ഡ്, ഡാർക്ക്, ഇതൊക്കെ വെഡിങ് പർപ്പസ്. പിന്നെ ഏത് സൈഡാ ഇത്? ഫുൾ ഇത് റെഗുലർ വെയർസ് മാം. റെഗുലർ വെയർ ഒറ്റ ഡിസൈൻസിൽ തന്നെ 100 പീസ് 500 പീസ് ബൾക്ക് കിട്ടും. അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പൊ ഈ കാണുന്നത് മൊത്തം ഇങ്ങനെ ഡിസൈൻസ് കുറെ ഉണ്ടല്ലേ. ഇപ്പുറത്തെ സൈഡ് ഇത് ടിഷ്യൂ സെയിം വിമൻസ് ടിഷ്യൂ സാരി, മെൻസ് வந்து ടിഷ്യൂ ധോത്തീസ് இருக்கு. ഓക്കേ, ഇതിലും 2-3 ക്വാളിറ്റി ഉണ്ടാവൂല. ഇതിപ്പോ നമ്മൾ നോർമൽ കാണുന്നതാണ്. പക്ഷെ കണ്ടിട്ട് കാര്യമില്ല, ഇത് പിടിച്ചു നോക്കിട്ട് അതിന് ക്വാളിറ്റി നോക്കണം. 2-3 ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സെയിം ടിഷ്യൂലേ വർക്ക് മാം. ഓ, അപ്പൊ ഈ വർക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് பண்ணலாம். ഓക്കേ, നമുക്ക് ലേഡീസിന് ചെയ്യണ പോലെ തന്നെ നമുക്ക് ജെന്റ്സിനും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോ இதெல்லாம் பாத்தீங்கன்னா பிரைடல் കളക്ഷൻ. ഇതെല്ലാം ഇത് കല്യാണത്തിനുള്ള കളക്ഷൻ ചെക്കനുള്ളത്. അപ്പൊ ഇതിന്റെ കളേഴ്സും ഡിസൈൻസും കസവ് വേണം. കസവിന്റെ വീതി എത്ര ഇഞ്ച് വരെ പോകും? നമുക്ക് 2-3 ഇഞ്ച് വരയ്ക്ക് വരും. 3 ഇഞ്ച് വരെ. ഇപ്പൊ വീതി കൂടിയത് വേണം പറയാം, അതും ചെയ്യും. കളേഴ്സ് കസ്റ്റമൈസ് பண்ணலாம். ഫുൾ കസ്റ്റമൈസ്. ഇനി എന്ത് വേണം നമുക്ക് ഇതിനെല്ലാം അപ്പുറത്തേക്ക്? എന്ത് അത് വൈറ്റിലും ഉണ്ട്, ടിഷ്യൂലും ഉണ്ട്. വീണ്ടും എടുത്ത് പറയാം. വൈറ്റിന്റെ ഒക്കെ ഞാനിങ്ങനെ മോഡലിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഫുൾ ഈ വൈറ്റിന്റെ കളക്ഷൻസ് ഇരിക്കണം. ഇനി ഏത് സൈഡിൽ നമുക്ക് പോവാം? இப்போ இந்த சைடுல பாத்தீங்கன்னா நமக்கு இதெல்லாம் ரெகுலர் வேர்ஸ், கொஞ்சம் பிரீமியம் கலெக்ஷன். റെഗുലർ വെയറിൽ തന്നെ നമുക്ക് കുറച്ച് ഹാൻഡ്ലൂം ടച്ചില് വരണം. ഹാൻഡ്ലൂം ആ ഒരു ക്വാളിറ്റിയിൽ വേണം. അതിന്റെ ആ ഒരു അടുത്തേക്കൊക്കെ നിൽക്കുന്ന ടൈപ്പ് പവർലൂമാണ്. ഇത് ഫുൾ നമ്മൾ ഓൺ ഇവിടെ തന്നെ മെഷീനിൽ ചെയ്യണം. ഓൺ മാനുഫാക്ചറിങ്. നമ്മൾ കണ്ടല്ലോ നേരത്തെ മെഷീൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവർക്ക് ഒരു 5 യൂണിറ്റ് ഉണ്ട് അല്ലേ? 5 യൂണിറ്റ്സ് ഉണ്ട്. ഇത് ഈ വൈറ്റിന്റെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കരകളൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അതിൽ തന്നെ നമുക്ക് പിന്നെ ഇത് വൈറ്റ്, ഇത് നോക്കിയ ഇത് ഓഫ് വൈറ്റാ? ഓഫ് വൈറ്റും വൈറ്റും പിന്നെ ടിഷ്യൂലും വരുന്നുണ്ട് കേട്ടോ. ഇത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇത് അപ്പുറത്തെ റാക്കിൽ എന്താ? നമുക്ക് അപ്പുറത്തെ റാക്കിലേക്ക്. ഓക്കെ, ഇപ്പൊ ഈ സെക്ഷനിലുള്ളത് മൊത്തം പ്രീമിയം. ഇതെന്താ സംഭവം? இது வந்து டிஷ்யூல இப்போ வந்து வெட்டிங்காக போட்டிருக்கக்கூடிய எம்போஸ்ட் ஐட்டம்ஸ் இதெல்லாம். இதுல கலர்ஸ் இருக்கு. அப்ப இதென்ன லெங்த்தும் விட்த்தும் கரெக்ட்டா இருக்கும் மேம். எல்லாமே வந்து பாத்தீங்கன்னா இது 2 மீட்டர்ஸ் கலெக்ஷன். இதே வந்து நம்ம கிட்ட சில்க் blend இருக்கு. இது வந்து எல்லாம் 4 மீட்டர்ஸ் வரும். ஓகே ஓகே. இது ஃபுல் செட். ஷர்ட் பிட்டும் ധോത്തീസ് വന്നിരുന്നു உங்களுக்கு. ഓക്കേ, ഇത് ഷർട്ടിന്റെ മെറ്റീരിയൽ. അതുപോലെ ഇത് ധോത്തി. ഇപ്പൊ ഇതിങ്ങനെ രണ്ടും കൂടി വേണ്ട, നമുക്ക് ഇത് മാത്രം മതി എന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്ത് തരുന്ന. ഷർട്ട് സെപ്പറേറ്റ് ഇവിടെ കിട്ടുമോ? സെപ്പറേറ്റ് കിടക്കും. കളർ ഷർട്ട് സെപ്പറേറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നേ, അതാ ഞാൻ എടുത്ത് ചോദിക്കുന്നത്. ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ നമ്മൾ കണ്ടില്ല. അതിന് കുറച്ച് കളക്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാതെ. ഇതിൽ ഈ വർക്കാണ് മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത്. പല്ലക്ക് ഡിസൈൻ. അത് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് നമ്മള് കസ്റ്റമൈസ് പണിക്കലാം. പക്ഷെ എനിക്ക് ഇതൊക്കെ ഇൻഡിവിജ്വലി ഏതെങ്കിലും പാറ്റേൺസ് മൈൻഡിൽ இருந்தா கூட we can customize. ഓക്കേ, മിഥുൻ ഫുൾ ടൈം ഈ ഒരു ഫീൽഡിൽ തന്നെ. ലാസ്റ്റ് ടൈം കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ വെളിയില് പോയിരുന്നു മാം. വെളിയില് കറങ്ങാൻ പോയിച്ചാ? നമ്മളെ 7 years ഇருக்கு മാം இந்த ഫീൽഡിൽ. ഈ ഫീൽഡിൽ 7 years ആയില്ലേ? ഓക്കേ. ഈ ധോത്തി ഡിസൈനിങ് ഫുൾ ആണ്. ധോത്തി ഡിസൈൻ ഫുൾ ആളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കേ ഓക്കേ. ആക്ച്വലി பாத்தீங்கன்னா நம்ம ഹാൻഡ്ലൂമിൽ വர സെയിം ഐറ്റം പവർലൂമിൽ பண்ணிருக்கோம். ചുട്ടിക്കര. ചുറ്റിക്കര വരുമ്പോ ശരിക്കും പറഞ്ഞാൽ പവർലൂം അല്ല ഹാൻഡ്ലൂം ആണ്. പക്ഷെ ഇവരത് പവർലൂമിലാക്കി അല്ലേ? നൂൽ വന്ന് സെയിം ഹാൻഡ്ലൂം നൂൽ. അതന്നെ. പക്ഷെ മേക്കിംഗ് മാത്രം വ്യത്യാസമുള്ളൂ. ഇത് മെഷീൻ മെയ്ഡ് ആണെന്ന് മാത്രമല്ല. ബാക്കി നൂല് കാര്യങ്ങളൊക്കെ നമ്മള് ഹാൻഡ്ലൂമിൽ ചെയ്യുന്ന ആ ഒരു നൂല് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നൂലാടയില് നമുക്ക് കിട്ടുമോ? അതിലും വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. അപ്പൊ വെബ്സൈറ്റിന്റെ പേരൊന്ന് ജസ്റ്റ് പറഞ്ഞേ. nooladai.com. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ അത്യാവശ്യമുള്ള പ്രീമിയം കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാണ്ട് നമുക്ക് ഡയറക്റ്റ് വരാം. ഡയറക്റ്റ് വരണമെങ്കിൽ കേരള കസ്റ്റമേഴ്സ് എങ്ങനെ വരും? மேம் ஃபர்ஸ்ட் 2 ஆப்ஷன்ஸ் இருக்கு. ஒன்னு ரயில்வே ஸ்டேஷன்னா அங்க இருந்து ஜஸ்ட் ஒரு 10 மினிட்ஸ் நம்ம ஸ்தலத்துக்கு வந்துடலாம். ஓகே. இல்லனா டைரக்டா வர மாதிரி இருந்துச்சுன்னா പേരൂർ വടവല്ലി. വടവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. പിന്നെ വീണ്ടും പറയാണ്, ഇത് എന്താ പറയാ, ഷോറൂം അല്ല, മില്ല് ഫാക്ടറിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടുത്തെ സ്റ്റോക്ക് കാര്യങ്ങൾ ഇതുപോലെ റാക്കിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഷോറൂം ലുക്ക് വലിയ വലിയ ലൈറ്റ് സെറ്റപ്പ് അതൊന്നല്ല അല്ലെ. അതുകൊണ്ട് റേറ്റ് കുറവ്, അഫോർഡബിൾ. ഈ ചുട്ടിയില് തന്നെ കുറച്ചുകൂടിയും ഡിസൈൻസ് നോക്കാട്ടോ. ഇത് കോട്ടണില്
പ്യൂർ കോട്ടൺ. പ്യുർ കോട്ടണില് ചുട്ടീര് ഇതിൽ തന്നെ സെയിം നമുക്ക് ടിഷ്യൂല് സെയിം മാം സെയിം ടിഷ്യൂല് കിട്ടും. ടിഷ്യൂലേയും கிடைக்கும். ഓക്കെ ചുട്ടി ഇത് ശരിക്കും പറഞ്ഞ ഹാൻഡ്ലൂം ശരിക്കും സെയിം ടച്ച് മാം സെയിം ഫിനിഷ്. സെയിം കണ്ട ഹാൻഡ്ലൂം ആണ് ഫീൽ ചെയ്യുള്ളൂ, അത്ര പെർഫെക്റ്റ് ആ ഒരു മേക്കിംഗ് ആണ്. ഇനി അപ്പുറത്തെ സൈഡ് എന്താ പറഞ്ഞ ഓ ഗിഫ്റ്റിംഗ് പർപ്പസിന്. ആമാ മാം. ഇത് ഏത് ഒരൊറ്റ ഡിസൈനിൽ നോക്കി ഇത്രയും അധികം കളക്ഷൻസ് ഇരിക്കണത്. ഇത് ഫുള്ളാമേ ധോത്തീസ് താ മാം. പ്യൂർ കോട്ടൺ ബൈ കോട്ടൺ ഐറ്റംസ്. ഗിഫ്റ്റിംഗ് പർപ്പസ് ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് ധോത്തി ആയതുകൊണ്ട് നമുക്ക് ഡിസൈൻ ഇങ്ങനെ പുറമെ നിന്നാലും നമുക്ക് കാണാൻ പറ്റും. ഫുൾ കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോ മേക്കിംഗ് കഴിഞ്ഞിട്ട് വെച്ചാൽ പ്രോസസ്സ് കഴിഞ്ഞിട്ട് റാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പാക്കിംഗ് സെക്ഷനിൽ പോകും. പിന്നെ ഓർഡേഴ്സിൽ പോകും, ഡിസ്പാച്ച് പോകും. പിന്നെ കവറിലൊക്കെ ആക്കി അങ്ങനെ പാക്ക് ചെയ്ത് അങ്ങനെ പോണ കളക്ഷൻസ് ഒക്കെ കുറെ ഉണ്ട് കേട്ടോ, ഡിസൈൻസ് കാര്യങ്ങൾ. അപ്പൊ എത്ര പീസ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. എന്നാൽ സിംഗിൾ പീസും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫുൾ ധോത്തീസിന്റെ കളക്ഷൻസ് ആണ്. 160 സ്റ്റാർട്ടിങ്, 160 തൊട്ട് എത്ര റേഞ്ച് വരെ പോകും? 1500 റേഞ്ച് വരെ. 2000 റേഞ്ച് വരെ പോകും. പക്ഷെ ഈ 2000 റേഞ്ച് എന്ന് പറയുമ്പോ നമുക്ക് പുറത്ത് ഒരു 5000 6000 ആ റേഞ്ചിൽ കിട്ടുന്ന നിങ്ങളുടെ ലുക്കും നന്നായിട്ടുണ്ട്. ഷർട്ടും ഓൺ മാനുഫാക്ചർ. ഓക്കെ, ഇനി ഷർട്ട് ഉണ്ടെന്ന് പറഞ്ഞത് എവിടെയാ? അങ്ങോട്ട് നോക്കാം. ഷർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഷർട്ടിന്റെ ഒരുപാട് കളേഴ്സ്. ഇത് ഫുൾ പ്ലെയിൻ ഷർട്ടുകൾ അല്ലേ? ഫുൾ പ്ലെയിൻ ഷർട്ട്. അതൊക്കെ നോർമൽ നമുക്ക് എല്ലാ സൈസസ് അവൈലബിൾ ആണ്. 36 തൊട്ട് 44. പിന്നെ ഇത് നമുക്ക് കോംബോ വരുന്നതാട്ടോ. അതിൽ ഷർട്ടും ഉണ്ടും. ഇത് കല്യാണ ചെക്കനുള്ളതാ. അതിന്റെ കോംബോ ടൈപ്പ് ആണ്. നമ്മൾ നേരത്തെ ബിറ്റ് കണ്ടില്ലേ, അതിന്റെ സ്റ്റിച്ചിങ് ആയിട്ടുള്ളത്. അതില് എംബോസ്, അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സംഭവം. അതില് കസവിന്റെ ഉണ്ട്. പിന്നെ ഇത് കുട്ടീസിന്റെ അല്ലേ? 1 age to 10 age വരെ ഇരിക്കും. വിത്ത് വെൽക്രോയോടെ ഇരിക്കും. ഓക്കേ, ഈ കുട്ടികൾ വരുമ്പോ വെൽക്രോ ധോത്തി. വിത്ത് വെൽക്രോ മാം. നമുക്ക് വിത്ത് വെൽക്രോസ് വന്നിട്ടുണ്ട്. ഓക്കെ, കുട്ടികളുടെ വരുമ്പോ ഇതുപോലെ തന്നെ കോംബോ ഓഫർ വരുന്നുണ്ട്. കോംബോ കളക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയവർക്ക് കല്യാണ ചെക്കനായാലും അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ കളർ ഷർട്ടുകളും വരുന്നുണ്ട്. ഇനി ഇതല്ലാത്തത് കളർ ഷർട്ട് അല്ലേ? കളർ ഷർട്ട് സൈസ് 36 തൊട്ട് 44 സൈസ് വരെ. പ്ലെയിൻ അല്ല കൂടുതൽ വരുന്നത്. അതെ, ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പൊ കളർ ഷർട്ടുകൾ. പിന്നെ ഉള്ളത് നമുക്ക് ഇതൊക്കെ ബൾക്ക് നിങ്ങളുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സെറ്റ് ധോത്തി വർക്കുக்காக வெயிட் பண்றேன் மேம். இல்ல எம்ப்ராய்டரி வர்க் இல்ல பிரிண்டட் வர்க்ஸ்க்காக ப்ளைனா வச்சிருக்கேன். ഓ അങ്ങനെ ന്യൂ ട്രെൻഡ് என்ன வருதோ അത് അപ്ലിക്കാൻ അങ്ങനെ ആ ടൈമിൽ കയറ്റി വിടാൻ വേണ്ടിട്ട്. പിന്നെ ഇരിക്കുന്നത് നമുക്ക് കാവികൾ കിട്ടൂടെ. ഇത് வந்து ഫാസ്റ്റ് മൂവിംഗ് മാം. ഈ സംഭവം ബ്ലാക്ക് ആർക്കാ വേണ്ടാത്തത് അല്ലേ? അതിന്റെ എല്ലാം കളക്ഷൻസ് ഉണ്ട്. അതും ഈ പ്രിന്റിലുണ്ട്. പിന്നെ എംബ്രോയിഡറി, സ്റ്റിക്കർ വർക്ക്. ഇത് സ്റ്റിക്കർ വർക്ക് അല്ലേ? സ്റ്റിക്കർ വർക്കും ഉണ്ട്, പ്രിന്റ് രണ്ട് ഓപ്ഷൻ. ഇത് ഏതാ മെറ്റീരിയൽ? കോട്ടൺ. പ്യുർ കോട്ടൺ കേട്ടോ. പ്യുർ കോട്ടണിൽ വരുന്നത്. അതുപോലെ തന്നെ കാവി, കൈലി, ഇതൊക്കെ കോട്ടൺ തന്നെയല്ലേ വരുന്നത്? പ്യുർ കോട്ടൺ. ഉപ്പടം കാവി அந்த மெட்டீரியல் நேம் சொல்வாங்க. ഉപ്പടം കാവി. ஆமா மேம். ഉപ്പടം ഉക്കടല്ലോ? ഉക്കട അതല്ല, ഉപ്പടം. ഉപ്പടം കാവി. അപ്പൊ കുറച്ച് നല്ല ക്വാളിറ്റി ആണെന്നല്ലേ? കണ്ണൂർ കാവി മാം. നെയിം. നമ്മുടെ കേരള ഭാഷയിൽ പറയുകയാണെങ്കിൽ കണ്ണൂർ കാവി. അതിന്റെ കരകൾക്കൊക്കെ മാറ്റമുണ്ട് കേട്ടോ. അപ്പൊ അതില് ബൾക്ക് പീസ് വേണമെങ്കിൽ കൊണ്ടുപോയി ബൾക്ക്. ഇതും ഇവിടെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ ധോത്തിയുടെ മെൻസിന്റെ സെക്ഷനിലാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് സെറ്റ് മുണ്ടിന്റെ കളക്ഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിച്ചിട്ട് വേഗം ഓടി വരാം അല്ലെ? അത് ധോത്തിയുടെ സെക്ഷൻ. അത് കഴിഞ്ഞു. അപ്പൊ നമ്മളത് ഇവിടെ വീണ്ടും നമ്മുടെ കീർത്തി, ദേവി, MK അങ്ങനെ പല പല പേരുകൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഫോൾഡിങ് അല്ല, ആക്ച്വലി ഇത് പ്രസ്സിംഗ് എന്നാ പറയാ. നമ്മൾ ഈ അയൺ ബോക്സ് ഇട്ട് തേച്ച് മിനുക്കി നിൽക്കണത് ഇവർക്ക് 1 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. ഇത് ഫുൾ ഇങ്ങനെ ബണ്ടല് സെറ്റ് ആക്കി. എത്ര പീസ് വരെ നമ്മുടെ ദേവി എത്ര പീസ് നമുക്ക് മൈക്ക് വയ്ക്കട്ടെ? എത്ര പീസ്? 100 പീസസ് വെപ്പാங்க. 100 പീസ് വെച്ചിട്ട് നമുക്ക് ഇത് ഫുൾ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടി ഇവര് മാനുഫാക്ചേഴ്സ് ആണ്. ഇതൊക്കെ നമ്മള് കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഇവിടെ പ്രസ് ചെയ്യും മാതിരി. ഇത് കറക്റ്റ് ആ ഒരു എന്താ പറയാ കടയിൽ വരുമ്പോൾ ആ ഒരു ലുക്ക് ഫിനിഷിംഗാக ഇത് பண்ணுவோம். ഇതിപ്പോ ഇങ്ങനെ ഫുൾ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് പ്രസ് ടൈം എടുക്കൂല്ലേ? ഇത് ഫുൾ ഇങ്ങനെ സെറ്റ് ആക്കി വന്നെ. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തിരിയാം. ഞാൻ സെറ്റ് ആക്ക് അപ്പോഴേക്കും നമുക്ക് സെറ്റ് മുണ്ടിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് നോക്കാം അല്ലെ? നമ്മ ആദ്യ വീഡിയോയില് എല്ലാം കളക്ഷൻ
കാണിച്ചാச்சு ഇത് ഒരു ന്യൂ ഡിസൈൻസ് ഫ്രഷ് ഡിസൈൻസ് ഒരു ഐഡിയക്കാக കാണിக்கிறேன் സാമ്പിൾ ജസ്റ്റ് നമ്മളൊന്നും എടുത്ത് കാണിക്കുന്നില്ല, കരകൾ മാത്രമല്ല കാണണ്ടോ മെയിൻ ആയിട്ട്. അപ്പൊ ഇത് കാണുന്നത് മൊത്തം സെറ്റ് മുണ്ടിന്റെ അതിന്റെ നമുക്ക് ബ്രൈഡൽ കളക്ഷൻസ് മാത്രമാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. ബ്രൈഡൽ അല്ലാത്ത കളക്ഷൻസും ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അതും ബൾക്ക് പീസ് ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഇതുവരെ അപ്പനെ കണ്ടില്ല. അപ്പൻ ഇനി കുറച്ച് ബിസി വേറെ ഒരു യൂണിറ്റിലുണ്ട്. അപ്പയാകുമ്പോ ഒന്നുകൂടി നന്നായിട്ട് മലയാളം പറയും കറക്റ്റ് ആയിട്ട്. ഈ പ്രാവശ്യം വന്നപ്പോ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ എത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഒഴിവില്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മൾ വന്നത്. ജോസേട്ടനെ മിസ്സിങ്, അപ്പ മിസ്സിങ്. അപ്പൊ അതിന് പകരം മിഥുൻ വന്നു. അപ്പൊ ഇനി കറക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ബൈ ചെയ്യേണ്ടത്? மேம் நமக்கு எக்ஸாக்ட் லொகேஷன் வந்து கோயம்புத்தூர் வடவள்ளி சிறுவாணி ரோட்ல நம்ம ஃபேக்டரி இருக்குங்க. எம்கே ஃபேப்ரிக்ஸ் ആണ്. പിന്നെ അത് ഗൂഗിൾ മാപ്പിൽ എംകെ ഫാബ്രിക്സ്னு ഉണ്ട്. നൂലാടൈന്ന് ടൈപ്പ് பண்ணாலும் ഗൂഗിൾ മാപ്പിൽ இருக்கு. அவர் வெப்சைட் வந்து www.nooladai.com and Instagram page nooladai. So நீங்க wholesale and retail in any kind of customizations we will be doing it for you. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻക്വയറീസ് ഉണ്ടെങ്കിൽ എന്തിനു വേണമെങ്കിലും വിളിക്കാം. അത് ഹോൾസെയിൽ നോക്കണ്ട, റീറ്റെയിൽ നോക്കണ്ട, കസ്റ്റമൈസ് നോക്കണ്ട, എല്ലാത്തിലും ഇവിടെ ഹാജരാണ് അല്ലെ. പ്രിയ ഞാൻ എപ്പോഴും പറക്കാണ് ഈ ഒരു പ്രസിംഗ് കണ്ടിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചത്. അത് ടൈം എടുക്കൂല, അത് എപ്പോഴും ഒരു 20 മിനിറ്റ്സ് എടുക്കും. ഇനിയും 20 മിനിറ്റ്സ് എടുക്കും. ഒന്ന് സ്പീഡാക്കാൻ പറയാം. അത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം, ടാറ്റ പറയാന്ന് വെച്ചിട്ടുണ്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അവരത് ഫുൾ ഒന്ന് കംപ്ലീറ്റ് ആക്കണം വരെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം. സെറ്റ് ആക്കിയിട്ട് മെഷീൻ ഇവിടെ ഓണായി. ഇതിനി ഇങ്ങനെ പ്രസ് ചെയ്യും. എത്ര മിനിറ്റ് എടുക്കും പ്രസ് ആയി വരുമ്പോ? അരമണിക്കൂറാ? ഹാഫ് അവറാ? ഹാഫ് അവർ വരെ അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കണ ഇറക്കിയിട്ട് 1/4 മിനിറ്റിൽ പിന്നെ റെഡിയാവും. ഓ ഇതിപ്പോ കഴിയാറായി ഇല്ലല്ലോ, ടൈം എടുക്കും. ഇത് ചുരുങ്ങി വരും അല്ലേ? 5 മിനിറ്റ്. നല്ല ഭംഗിയിൽ ഇങ്ങനെ തേച്ച് മടക്കി വെച്ച പോലെ ഇതൊക്കെ കണ്ട ചുരുങ്ങി ഇങ്ങനെ കറക്റ്റ് പ്രസിംഗ് വരുന്ന കണ്ട. ഇതിന്റെ ഫിനിഷിങ് ഒരെണ്ണമാണെങ്കിൽ ഇവിടെ ഇത് ഫിനിഷിങ് ചെയ്തതല്ലേ, ഇത് ഫിനിഷിങ് കഴിഞ്ഞത്. അതായത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ബൗൺസ് പോലെ ഇരിക്കുന്ന സാരീനെ നമ്മള് ഈ മരി ആക്കി എടുക്കും. ഇതിൽ വെച്ചിട്ട് കണ്ട എങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു ഇതായിരുന്നു. ഇപ്പൊ കണ്ട ചുരുക്കി ആയി. ഇത്രേ ഉള്ളൂ, പ്രസ്സായി. അപ്പൊ നമ്മൾ ഈ അയൺ ബോക്സ് ഇട്ട് തേക്കണം. മരി ഇനി തേക്കണ്ട, എടുക്ക ഇനി വീണ്ടും ഇനിയും വെക്കണം. ഇനി ഇതിന്റെ മുകളിലേക്ക് അങ്ങനെ ഒരു 100 പീസ് വെക്കൂല്ലേ? അതാണ് 100 പീസ്. ഞാൻ എന്നിട്ട് എണ്ണുണ്ട് ഇത് എങ്ങനെ 100 പീസ് ആയില്ലല്ലോ. ഇത് ഇനി വെച്ച് ചുരുക്കി ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഇതുവരെ പ്രോസസ്സിങ് ഇവിടെ നടക്കട്ടെ. ഒരു പീസ് നമുക്ക് എടുക്കാൻ പറ്റുമോ? 1 പീസ്. ഇതായിട്ടില്ല ആക്ച്വലി, ഇനിയും ആവാനുണ്ട്. ഇതാവണമെങ്കിൽ ഇതുപോലെ ഇത്ര കനം കുറയണം. ഈ കനം കുറഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുക്കണം. എന്തായാലും അവരുടെ പണി അവർ നടത്തിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. അപ്പൊ ലൊക്കേഷൻ കോയമ്പത്തൂരാണ് കേട്ടോ, ഫാക്ടറി ആണ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.